സോ ഇനി നമുക്ക് സ്മാർട്ട് വേയുടെ നട്ടല് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുവാണ്. എന്താണ് സ്മാർട്ട് വേ എന്ന് ആധികാരികമായി പറയാൻ ഒരൊറ്റ വ്യക്തിക്ക് സാധിക്കൂ. അത് കമ്പനി MD അശോക് ബാബു സാറ് കഴിഞ്ഞാൽ അത് ഇദ്ദേഹം മാത്രമാണ്. സോ നിങ്ങളുടെ എല്ലാം നിറഞ്ഞ കയ്യടിയോടുകൂടി, നിറഞ്ഞ നിലയ്ക്കാത്ത കയ്യടിയോടുകൂടി ക്യാഷ്ലെസ് ഇന്ത്യയിൽ ആഘോഷിക്കൂ സ്മാർട്ട് ഷോപ്പിംഗ്. ഇലക്ട്രോണിക്സ്, ഫാഷൻ, കോസ്മെറ്റിക്സ് കൂടാതെ ഗൃഹോപകരണങ്ങളുടെ അപൂർവ ശേഖരവുമായി ആസ്വദിക്കൂ ഷോപ്പിംഗ് സ്മാർട്ട് ഷോപ്പിയോടൊപ്പം. smartshopee.com. Thank you, Sir. Good evening. എറണാകുളം കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നമ്മൾ കൊച്ചിൻ പാലസ് പ്രോഗ്രാമിലാണ്. കഴിഞ്ഞ ഒരു ഹോളിൽ നിന്ന് നമ്മൾ പ്രോഗ്രാം മാറ്റിയതിന്റെ റീസൺ പലരും പറഞ്ഞത് സ്റ്റാൻഡിങ് ക്രൗഡാണ് എന്നുള്ളതാണ്. എനിവേ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എറണാകുളത്തെ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഹോളിലേക്ക് സ്മാർട്ട് വേയുടെ മീറ്റിംഗ് മാറ്റേണ്ടത് അനിവാര്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് ഉൾക്കൊണ്ട് ഒരുപാട് പേർ കയറി വന്നു വരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. 2015 ഓഗസ്റ്റ് മാസമാണ് സ്മാർട്ട് വേ എന്ന് പറയുന്ന ഈ കമ്പനിയിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ആദ്യമായിട്ട് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് വലിയൊരു എക്സൈറ്റഡ് ബിസിനസ് ആയിട്ടോ ഒരു ഇന്നോവേറ്റീവ് ബിസിനസ് ആയിട്ടോ ഒന്നും കാണേണ്ട കാര്യമില്ല. നമ്മളൊരു ഫ്രീ മൈൻഡിൽ നിന്ന് ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് നമ്മൾ കാണിക്കുക എന്നുള്ളത് മാത്രം. നമുക്ക് ആ ബിസിനസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏറ്റെടുക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തള്ളിക്കളയാം. കാരണം ഓരോ മനുഷ്യനും ഓരോരോ ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റിലേക്ക് വരുമ്പോഴാണ് ഏത് മേഖലയിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, വിജയിക്കുന്നത്. പുതുപുത്തൻ താരോദയം സ്മാർട്ട് വേയുടെ പ്രഥമ പ്രോജക്ട് സ്മാർട്ട് ഷോപ്പി. 60 ദിവസത്തിനുള്ളിൽ 3000-ലധികം ഉൽപ്പന്നങ്ങളുമായി സ്മാർട്ട് ഷോപ്പി ഓൺലൈനിൽ. ഗസ്റ്റിൽ 10,000-കണക്കിന് ഉൽപ്പന്നങ്ങളുടെ വലിയ ശ്രേണിയുമായി കാത്തിരിക്കൂ. സ്മാർട്ട് ഷോപ്പി. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് കാറുണ്ട് ഇല്ലേ? ബെൻസ് ഉണ്ട്, BMW ഉണ്ട്, ഓഡി ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാറുണ്ട്. എനിക്ക് ബെൻസ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ബെൻസ് എടുത്തത്. വേറെ വല്ലവരും ഇനി ഓഡി എടുക്കാൻ പോവാണെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യണം. നീ എന്തിനാ ഓഡി എടുക്കണം, ബെൻസ് എടുത്തുകൂടെ? ആവശ്യമില്ല. കാരണം എന്താ, അവൻ ഓഡി എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവന്റെ ഇഷ്ടമാണ്. കറക്റ്റ് അല്ലേ? ഞാൻ നിങ്ങളോട് പറയാൻ കാര്യം, പലപ്പോഴും നമ്മളൊരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെങ്കിൽ നമ്മൾ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ കൂട്ടുകാരോട് ഓക്കെ പറയേണ്ടി വരുമോ? ഇതിലൊന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് സ്മാർട്ട് വേക്ക് അതിന്റെ ഒട്ടും ആവശ്യമില്ല. നിങ്ങളെ സംബന്ധിച്ച് 101% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ബിസിനസ് ആണ് ഇന്ന് സ്മാർട്ട് വേ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഇന്ന് ഈ ബിസിനസ് വിജയിക്കാനുള്ള ഒരുപാട് പേര് വിജയിക്കാനുള്ള മെയിൻ കാര്യം എന്താണെങ്കിൽ ഈ ബിസിനസിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടും നെഞ്ചിലേറ്റിയതുകൊണ്ടും മാത്രമാണ്. ഇഷ്ടപ്പെടാത്തൊരു മേഖലയാണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ മേഖലയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ? എൻജോയ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമാണ്. ചിലപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ ചെറുപ്പത്തിൽ പറയും മോന് ഭയങ്കര മടിയാണ്, കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ പയ്യനെ കളിക്കാൻ വിട്ടാലോ, ഇവനോളം എനർജി ഉള്ള ഒരു കുട്ടി ചിലപ്പോ ആ ഗ്രൗണ്ടിലൊന്നും ഉണ്ടാവില്ല, വേറെ ഉണ്ടാവില്ല. എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്, വീട്ടുകാരെ നിർബന്ധത്തിൽ വഴങ്ങി പുസ്തകം പിടിച്ച് നമ്മൾ പഠിക്കാനിരിക്കും. കാരണം വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ആഗ്രഹമൊന്നുമില്ല. ആ സമയത്ത് ക്ലോക്ക് നോക്കിയാണ്ടല്ലോ നടക്കാത്ത പോലെ തോന്നും. ചിലപ്പോ 1 മണിക്കൂർ പഠിക്കേണ്ടി വരും. ആ സമയം നമ്മൾ ഇങ്ങനെ ക്ലോക്ക് നോക്കിയിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് എന്താ നടക്കാത്തതെന്ന്. എന്നാൽ 1 മണിക്കൂർ കളിക്കാൻ വിട്ട് നോക്കിയേ, നമ്മൾ വിചാരിക്കും 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞെന്ന്. ആര് ചോദിച്ചാലും അറിയാം പഠിക്കാൻ പോണ കാലത്ത് കറക്റ്റാണ്. കാരണം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ കഴിയാതിരിക്കുകയും ശനി ഞായറും പെട്ടെന്ന് കഴിയുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? കറക്റ്റ് അല്ലേ? ഇതിന്റെ കാരണം എന്താണ്? കാരണം നമ്മളെ സംബന്ധിച്ച് ഇഷ്ടമില്ലാത്തൊരു മേഖലയിൽ പ്രവർത്തിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ സമയം ലാഗിങ് ആണ്. അത് സ്മാർട്ട് വേ ബിസിനസ് എന്നല്ല, ലോകത്തെ ഏത് ബിസിനസ്സും അങ്ങനെയാണ്. ഞാൻ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പറയണം സുഹൃത്തെ, ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് പ്രവൃത്തി ചെയ്യാനും നമുക്ക് അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ ചെയ്യുന്ന മേഖലയിൽ നമ്മൾ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ തന്നെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ഞാനൊക്കെ ആത്മാർത്ഥമായിട്ട് പറയാം, 2015 ഓഗസ്റ്റ് മാസം സ്മാർട്ട് വേ എന്ന് പറയുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ കടന്നു വരുമ്പോൾ എന്റെ മുന്നിലെ ഏറ്റവും വലിയ ബാരിയർ എന്താണെങ്കിൽ ഇന്ത്യയിൽ ഒരു ഓൺലൈൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. 1 ലക്ഷം മെമ്പേഴ്സിനെ പങ്കാളികളാക്കിക്കൊണ്ടാണ് ഓൺലൈൻ ഷോപ്പ് വരാൻ പോകുന്നത്. കേൾക്കുമ്പോൾ കൊള്ളാം. മാനേജ്മെന്റിനോട് പറഞ്ഞു 20% പ്രോഫിറ്റ് മാത്രമേ കമ്പനി എടുക്കുന്നുള്ളൂ, ബാക്കി 80% പ്രോഫിറ്റ് ഈ ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾക്കാണ്. എന്നോട് അദ്ദേഹം ചോദിച്ചു, അനീഷേ
നിന്റെ ലൈഫിൽ ഒറ്റയ്ക്ക് നിന്നാൽ നിനക്കൊരു ബിസിനസ്സുകാരനാകാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, 1,00,000 പേരെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഓൺലൈൻ ഷോപ്പിന്റെ ഭാഗമാവാൻ എനിക്കും നിനക്കും ചാൻസ് ഉണ്ട്. ഞാൻ കൈ കൊടുത്തിറങ്ങി. ഇറങ്ങിയിട്ട് എന്റെ കൂട്ടുകാരോട് മുഴുവൻ പോയി പറഞ്ഞു, ഒരു ഓൺലൈൻ ഷോപ്പിന്റെ ഭാഗമാണ്, സൂപ്പർ പരിപാടിയാണ്. അന്ന് ഈ പറയുന്ന എറണാകുളത്ത് കാണുന്ന ആൾക്കാരോ തൃശ്ശൂർ കാണുന്ന ക്രൗഡൊന്നുമില്ല. പണ്ടത്തെ ബാലചന്ദ്ര മേനോന്റെ പടം പോലെയാണ്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം ആരാണ്? നമ്മൾ തന്നെ. വേറെ മീറ്റിംഗ് ഒന്നുമില്ല, നേരിട്ട് പോയിരിക്കും. ഞാൻ വേണ്ടപ്പെട്ട കൂട്ടുകാരോട് പോയി പറയും, ഇന്ത്യയിൽ ഒരു ഓൺലൈൻ ഷോപ്പ് വരാൻ പോകണം, സ്മാർട്ട് ഷോപ്പിൽ പകർപ്പം പരിപാടിയാണ്. 20% പ്രോഫിറ്റ് കഴിഞ്ഞാൽ ബാക്കി 80% പ്രോഫിറ്റ് ആർക്കുള്ളതാ? നമുക്കുള്ളതാണ്. നീ ഫ്ലിപ്കാർട്ട് കേട്ടിട്ടില്ലേ? ആമസോണോ, സ്നാപ്ഡീൽ ഒക്കെ അവൻ കേട്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരെണ്ണത്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവൻ പറയൂടാ, ഇതിന്റെ ലാഭം കിട്ടാൻ ഇതിന് എന്താണ് വല്ല ക്രൈറ്റീരിയ ഉണ്ടോ? സിമ്പിൾ, 1,00,000 ആൾക്കാർ വന്നാൽ മതി. അവൻ എത്ര? 1 lakh. അല്ല നീ ഇപ്പൊ എത്ര ആളുണ്ട്? 30 കഴിഞ്ഞു. നമ്മൾ സ്റ്റാർട്ടിങ്, ഞാനല്ലേ ഫസ്റ്റ് മെമ്പർ. അപ്പൊ അവരോട് ഞാൻ പറയും 30 മെമ്പർ കഴിഞ്ഞു. അപ്പൊ ഒരു ചിരിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ട്. എല്ലാം നമുക്കറിയാം, ഇനി 1 രൂപ അവിടെ നിന്ന് കിട്ടാനില്ലേ? ആലോചിച്ചിട്ട് പറയാം. ഏകദേശം നമുക്കറിയാം ഇതാണ് ധാരണ. ഞാൻ സ്റ്റാർട്ടിങ് പറയാം. എന്നോടൊക്കെ തള്ളി പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്, കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. ഞാനൊക്കെ സ്മാർട്ട് വേലി വരുന്നതിന് മുമ്പ് 1.5 വർഷം പണിയില്ലാണ്ട് വീട്ടിലിരിക്കുക. ഒരാൾക്ക് ആക്റ്റീവ് ഇല്ല. വൈകുന്നേരം ആകുമ്പോ എന്താണ്, ക്ലബിന്റെ അവിടെ പോവാൻ, നല്ല ക്യാരം ബോർഡ് കളിയാണ്. നീ വൈകിട്ടോ ഞാൻ ബ്ലാക്ക് ഇടാം. ഇതാണ് പരിപാടി. ഒരു ഒറ്റ വന്ന് കുറ്റം പറഞ്ഞിട്ടില്ലാന്ന്. ഈ ഒരു ബിസിനസ്സുമായിട്ട് ഞാൻ ഇറങ്ങിയപ്പോണ്ടല്ലോ, സ്മാർട്ട് വേലി 2 പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുള്ളൂ. ഒന്ന് ഒരു മുണ്ടും ഒരു സാരി. ഇത് 2 മാത്രമേ ഉള്ളൂ. എന്റെ വീട്ടിലൊക്കെ ബന്ധുക്കള്, അതുവരെ വഴി കൂടെ പോകുമ്പോൾ ബന്ധുക്കള് വീട്ടിൽ കയറില്ല. ഇത് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വീട്ടിൽ കയറണേ. സന്തോഷം പറയാനില്ലാന്ന്. എന്നാലും പോകോ മോനിപ്പോ സാരി കുറ്റടക്കല്ലേ? പന്തിന് പറയാൻ കാരണം വേണ്ടേ? ഇതേപോലത്തെ നെഗറ്റീവ് അടിച്ചേർന്നാണ്. അന്നൊക്കെ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ഒരു ഓൺലൈൻ ഷോപ്പിയുടെ പൊന്തിക്കണം. 2016 ഡിസംബർ മാസം 30 സുഹൃത്തെ, സ്മാർട്ട് ഷോപ്പി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2017 ഞാൻ കയ്യടിക്കാൻ വേണ്ടി പറയുന്നല്ലോ, കേട്ടാ മതി. കാരണം സ്റ്റാർട്ടിങ് മുതലേ ഞാൻ പറയും, ഞങ്ങളുടെ നാട്ടിൽ ഒരു കയ്യടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം കയ്യടി ഉണ്ട്. അത് കണ്ടുമടുത്തോണ്ടാണ് ഞാൻ അധികം കയ്യടി എനിക്ക് ശീലമായി തുടങ്ങി. കാരണം ഞങ്ങൾ തൃശ്ശൂരുള്ള മറ്റൊരു അടി ഉണ്ടെന്ന്, അതൊക്കെ ഞാൻ കുറെ അടിച്ചതാ. നിർത്താറായില്ലേ മോനെ? അത് കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയും, ഇഷ്ടമുള്ളവരെ അടിച്ചാൽ മതി, നിർബന്ധിച്ച് അടിക്കരുത് പ്ലീസ്. ഞാൻ സ്നേഹം കൊണ്ട് പറയണം. സുഹൃത്ത്, നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയം വരാണ്ടെന്ന്. സ്മാർട്ട് ഷോപ്പി അനുഭവം സമ്മാനിച്ച സ്മാർട്ട് വേയുടെ അമരക്കാരനായ അശോക് ബാബു ഈ ആഴ്ച ഗസ്റ്റ് ടൈമിൽ. സ്മാർട്ട് ഷോപ്പി എന്ന് പറയുന്നത് ഈ കസ്റ്റമർക്ക് എന്ത് പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിലും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഇപ്പോൾ 4000 പ്രൊഡക്റ്റായി. ഏകദേശം 3 മാസം കൊണ്ട് 4000 പ്രൊഡക്റ്റുള്ള ഒരു ഓൺലൈൻ ഷോപ്പാണെന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന്റെ പ്രതിഫലം മാത്രമാണ് പൈസ. അല്ലാതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു പരിപാടിയല്ല ഇത് ചെയ്യുന്നത്. 2.5 കൊല്ലം കൊണ്ട് 3000 ആൾക്ക് ജീവിതം കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഞാനതിൽ ഭയങ്കര ഭാഗ്യമായിട്ട് ആലോചിക്കുന്നത്. എന്റെ കഴിവല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്തോ ഒരു കഴിവ്, ദൈവത്തിന്റെ കഴിവോ. മറക്കാതെ കാണുക നമ്മുടെ സ്വന്തം കൗമുദി ടിവിയിൽ. ഇന്ന് രാത്രി 9:35 നമ്മുടെ കൗമുദി ടിവിയിൽ. എനിക്കെന്തായിരുന്നു അറിയോ? എനിക്ക് നെഗറ്റീവ് മാർക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ അവിടെ നിന്ന് പൊന്തി വന്ന ആളാണ്. ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ POP പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ മനോജ് കൂടി 10-200 പേരെ വിളിച്ചു കൂട്ടും. അന്ന് ആകെ ഒരു 60 ആളാണ്. ഈ 60 ആൾ വന്നിട്ട് ബാക്കിയുള്ള ചെയർ കൂടി ഞാൻ എടുത്തു വെക്കും. കാരണം 150 ആളിലേക്കും ചെയർ ഇട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം ആദ്യത്തെ റോലിരിക്കുന്ന 20 ആൾക്കാർക്ക് എന്തുള്ളോ ബിസിനസ് കേൾക്കാൻ വന്നിട്ടുള്ളോ. ബാക്കിയുള്ളവർക്ക് കൂട്ടുകാരെ നിർബന്ധിച്ചേ വന്നിരിക്കണം. ഇത് കഴിഞ്ഞ് എന്തെങ്കിലും പരിപാടി പറഞ്ഞിട്ടുണ്ടാവും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം അങ്ങനെയൊക്കെയുള്ള ആദ്യത്തെ റൗണ്ട് ആൾക്കാരെ കൊണ്ടുവരിക. അപ്പൊ നമ്മുടെയൊക്കെ സംസാരം കേട്ട് നമ്മളൊക്കെ സ്റ്റേജിൽ നിൽക്കുമ്പോ അവൻ നമ്മളൊരു നോട്ടമുണ്ട്. ഞാൻ പറയും, ഈ ബിസിനസ്സിലൂടെ നമുക്ക് ഡെയിലി 30,000 ഉണ്ടാക്കാം, ലൈഫ് ചേഞ്ച് ആക്കാം എന്നൊക്കെ പറയുമ്പോൾ ബാക്ക് ചെയ്തിട്ട് അവൻ നമ്മളെ നോക്കിട്ടേ നമുക്കിത് കറക്റ്റ് അറിയാമോ. അത് കഴിഞ്ഞ് ഒരു റൗണ്ട് സംസാരിച്ച് കഴിഞ്ഞ് വീണ്ടും അവൻ്റെ അടുത്ത് ഇരിക്കുമ്പോ വീണ്ടും. പക്ഷെ എനിക്കിത് കേട്ടപ്പോ ത്രില്ല. കാരണം എന്താ അറിയോ,
സുഹൃത്ത് ആരെങ്കിലും ഒക്കെ തള്ളി പറയില്ലെങ്കിൽ പിന്നെ ജയിക്കുമെന്നൊരു രസമുള്ള തള്ളി പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ വിജയിച്ച് കാണിക്കുമ്പോ നമുക്ക് സന്തോഷമുണ്ട്. ഇന്ന് സ്മാർട്ട് വെയിൽ പലർക്കും അറിയാം 6000 പ്ലസ് പ്രൊഡക്റ്റ് സ്മാർട്ട് ഷോപ്പിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. 2017 ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മുടെ ഒഫീഷ്യൽ ലോഞ്ചാണ്. ഞാൻ നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യുകയാണ്. മിനിമം 10,000 മുതൽ 25,000 ബ്രാൻഡഡ് പ്രൊഡക്റ്റുമായിട്ടാണ് സ്മാർട്ട് ഷോപ്പിൽ ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരുപാട് വ്യക്തികളുടെ സ്വപ്നം നടപ്പിലാക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഞാൻ അടക്കമുള്ള ഒരുപാട് വ്യക്തികൾ. കാരണം ഈ ബിസിനസിന് പുറത്ത് നമുക്ക് എല്ലാവർക്കും ലൈഫുണ്ട്, നമുക്കറിയാം. പലപ്പോഴും പ്രാക്ടിക്കൽ ലൈഫിൽ വിജയിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മെന്റാലിറ്റി മാറിപ്പോകുന്നത്, പലപ്പോഴും നെഗറ്റീവായി പോകുന്നത്. സുഹൃത്ത്, ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ആഗ്രഹമില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും സ്വപ്നമുണ്ട്. ഒരു 4ാം ക്ലാസ്സിലെയോ അല്ലെങ്കിൽ ഒരു 1ാം ക്ലാസ്സിലെ പയ്യൻ ക്ലാസ്സിലിട്ട് പോയി ടീച്ചർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആരാവണമെന്നാണ് ആഗ്രഹം. കുട്ടികൾ മുഴുവൻ എന്ത് പറയും? ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, കളക്ടർ ആവണം, ക്രിക്കറ്റർ ആവണം. അവന് ഇഷ്ടമുള്ളത് പറയും. മെസ്സി ആവണം, റൊണാൾഡോ ആവണം പറയോ? കാരണം എന്താണെന്നറിയോ? അന്ന് അവനെ സംബന്ധിച്ച് അവന്റെ വീട്ടിൽ ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, നല്ല സെറ്റപ്പുള്ള ഫാമിലി ആണെങ്കിൽ രക്ഷപ്പെടൂ എന്നറിവൊന്നുമില്ലെന്ന്. ഇഷ്ടമുള്ളത് മുഴുവൻ പറയും. ഇല്ലേ? കറക്റ്റ് അല്ലേ? എന്നാൽ ഇതേ പയ്യനോട് ചിലപ്പോ പറയും പൈലറ്റ് ആവണം. അച്ഛൻ ചിലപ്പോ ഓട്ടോ ഡ്രൈവർ ആയിരിക്കും. മകന്റെ ആഗ്രഹം എന്താ? പൈലറ്റാണ്. കാരണം അവന് ചെറു മനസ്സിലാവുന്ന ആഗ്രഹിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവും. അവന് പ്രോബ്ലം അറിയില്ല. ഇതേ പയ്യനോട് 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ചോദിക്കുക നിന്റെ ആഗ്രഹം എന്താ? ഒന്നും മിണ്ടില്ല. എടാ പൈലറ്റ് ആവണ്ടേ? ഇതൊന്നും മിണ്ടാടുന്ന പ്യൂണായ ഭാഗ്യം. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് കൺവേർട്ട് ആവുന്ന ആൾക്കാര് അത് വേറെ ഒന്നും കൊണ്ടല്ല, സിറ്റുവേഷൻ. കാരണം നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ഇവിടെ താമോണിലാണ്. ഞാൻ നിങ്ങളോട് തുറന്നു പറയും സുഹൃത്തെ, ഒരു മനുഷ്യൻ തോറ്റു പോകുന്നതിന്റെ മെയിൻ റീസൺ എന്താ അറിയോ? അവന്റെ സർക്കംസ്റ്റാൻസസ് മാത്രമാണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾ ആരെ വേണമെങ്കിൽ എടുത്തോ. അച്ഛൻ ഡോക്ടറാണ്, അമ്മ ഡോക്ടറാണ്, ഭൂരിഭാഗം മക്കളും എന്താ? ഡോക്ടേഴ്സ് ആണ്. കാരണം എന്താ? അവൻ ജനിച്ചു വളരുമ്പോ അവൻ കാണുന്ന ആരാ? അച്ഛൻ ഡോക്ടർ, അമ്മ ഡോക്ടർ. ചെറുപ്പത്തിൽ അച്ഛൻ പറയും മോനെ ഡോക്ടറാട്ടാ, അമ്മ പറയും ഡോക്ടറാട്ടാ. 4ാം ക്ലാസ് ആകുമ്പോ സ്റ്റെതസ്കോപ്പും വെച്ച് അച്ഛന്റെ ആ ഡോക്ടറുടെ ഡ്രസ് ഇട്ടാവുന്ന ഞാൻ നിൽക്കും കണ്ടിട്ട് മുന്നിലേക്ക്. പപ്പ അവൻ ഡോക്ടർ, സന്തോഷമായിന്ന്. അച്ഛന്റെ കൂട്ടുകാരൻ മുഴുവൻ കാണാൻ ഡോക്ടറായിട്ടാ, അമ്മയുടെ കൂട്ടുകാരൻ മുഴുവൻ കാണാൻ ഡോക്ടറായിട്ടാ. അവന്റെ മനസ്സിൽ ഉറപ്പായി ഞാൻ ഡോക്ടറാവുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ മെഡിസിന് പോയി ഡോക്ടറായി. നിങ്ങൾ നോക്കിക്കോ, നല്ല അഡ്വക്കേറ്റിന്റെ മക്കളെ എടുത്തോ, ഭൂരിഭാഗം പേര് അഡ്വക്കേറ്റ്സാ. നാട്ടിൽ നല്ല ബിസിനസ്സുകാരുടെ മക്കളെ മുഴുവൻ എടുത്തവരെന്താ? ഏതെങ്കിലും നല്ല ബിസിനസ്സുകാരൻ മോൻ PSC ടെസ്റ്റ് എഴുതുന്ന വാർത്തകൾ വായിച്ചിട്ടുണ്ടാ? എഴുതില്ല. നമുക്ക് ഉറപ്പല്ലേ? കറക്റ്റ് അല്ലേ? നമ്മുടെ ആൾക്കാർ മുഴുവൻ ഉണ്ട്. PSC നോക്കിക്കുക. ബിസിനസ്സുകാരുടെ മക്കൾ മുഴുവൻ ബിസിനസ്സുകാരാണ്. നിങ്ങൾ നോക്കിക്കോ. നല്ല സ്പോർട്സ്മാന്റെ മക്കളെ എടുത്ത് നോക്കിയോ, അവൻ സ്പോർട്സിൽ പോയിട്ടുണ്ടാവും. നല്ല പൊളിറ്റീഷ്യൻസിന്റെ മക്കളെ എടുത്തോ, അവൻ പൊളിറ്റീഷ്യനായി ഉണ്ടാവും. ഒരു സംശയം വേണ്ട. കുറച്ചു കാലം മുമ്പ് പത്രത്തിൽ ഒരു വാർത്ത വായിച്ചവർക്ക് അറിയാം. സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ അർജുൻ ടെണ്ടുൽക്കർ അണ്ടർ-16 ഇന്ത്യൻ ടീമിൽ കയറി. വായിച്ചായിരുന്നോ? വായിച്ചവർക്ക് അറിയാം. കാരണം അവൻ ഇന്ത്യൻ ടീമിൽ കയറാനുള്ള കാര്യം സച്ചിൻ മോനോട് എന്താ പറയണേ? ക്രിക്കറ്റ് കളിക്കറാ അല്ലേ? അവൻ പുസ്തകം എടുത്തേക്കുമ്പോ സച്ചിൻ പറയും മോനെ അടച്ചു വെക്ക്, ബാറ്റ് എടുക്ക്. സച്ചിൻ പറയും നമ്മള് ബാറ്റ് എടുത്ത നമ്മുടെ അച്ഛൻ എന്താ പറഞ്ഞേ? ഇനി ആ സാധനം എടുത്ത നിനക്ക് ഒന്ന് കളയുന്നു. ഇത്ര വ്യത്യാസമല്ലോ. നമ്മൾ വേറെ പുസ്തകം എടുത്തു അല്ലേ? കറക്റ്റ് അല്ലേ? കാരണം എന്താ? സച്ചിന്റെ ആഗ്രഹം സച്ചിന്റെ മോൻ ക്രിക്കറ്റർ ആവുന്നതാണ്. നമ്മുടെ അമ്മ അച്ഛൻ അറിയാണ്ടെന്ന് പറയും മോനെ നമ്മൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ സംഭവം നടപ്പിലാക്കി തരാൻ പറ്റില്ല. പക്ഷെ പറയേണ്ട ഡയലോഗ് എന്താ അറിയോ? ഇരുന്നിട്ട് കാര്യം കേട്ടറാ. നിങ്ങൾ മീറ്റ് കഴിഞ്ഞാൽ പറയും ഒരു മാഷ് ആടിനെടുത്തു. അപ്പൊ അറിയോ അമ്മ കൊക്കിലോ ഒതുങ്ങുന്നത് കൊത്തറ. കാരണം എന്താ? അപ്പൊ നമുക്കൊരു മൈൻഡിൽ നമുക്കൊരു മെസ്സേജ് തന്നോണ്ടിരിക്കുക അച്ഛൻ സാധാരണക്കാരനാണ് അല്ലേ? അമ്മ സാധാരണക്കാരി. നമ്മൾ തീരുമാനിച്ചു നല്ലൊരു സാധാരണക്കാരനായിട്ട് ജീവിക്കുക. ഉറപ്പാണ്, പിന്നെ മാറ്റില്ലല്ലോ. കാരണം കറക്റ്റ് ഫ്രെയിം വരാൻ പോണേ. ഈ ഫ്രെയിമിലേക്ക് നമ്മൾ പോണേ. കാരണം എന്താ? നമ്മുടെ ആ മൈൻഡ് സെറ്റിലേക്ക് ഔട്ട് ആവാൻ പോവാണ്. ഞാൻ ഇവിടെ തുറന്നു പറയാം, ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഒരു സംഭവം നടപ്പാക്കാൻ പോണില്ല. നമുക്കുള്ളിൽ അറിയാം. ഞാനൊക്കെ കോളേജ് പഠിക്കുമ്പോഴല്ല, ഞാനൊക്കെ തീരുമാനിച്ചു തരാം. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും അടിച്ചു പൊളിക്കും. 3ാമത്തെ ഇയർ ആകുമ്പോഴാണ് പേപ്പറിന് എണ്ണം മനസ്സിലാവേണ്ടി പോണേ. സപ്ലിയുടെ പരമ്പരയാണ്. ആ സമയത്ത് പഠിക്കാതിരിക്കുമ്പോ 2-3 കൂട്ടുകാർ വീട്ടിൽ പറയും അനീഷ് ഒരു കൊല്ലം കൂടി അല്ലോടാ ക്യാമ്പസ് ലൈഫ്, അത് കഴിഞ്ഞ് നമ്മൾ കണ്ടില്ലെങ്കിലോ? ശരിയല്ലേ? പുസ്തകം അടച്ചു. അപ്പൊ നമ്മളോട് കൂട്ടുകാർ പറയും, നമ്മുടെ ഡയലോഗ് പറയും എന്തായാലും കോളേജ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് സെറ്റപ്പ് ആവാൻ. ഈ വാക്ക് കൂടിയാണ് മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കട്ടെ ഇത്, സെറ്റപ്പ് ആവണം. നമ്മൾ ഡയലോഗ് പറയും കോളേജ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് സെറ്റപ്പ് ആവാൻ. ഈ പറയുന്നതിന് വേണ്ടിട്ട് അറിയോ? ആ കൊല്ലം അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ടാണ്. ആ കൊല്ലം കഴിഞ്ഞു. അവസാനം കോളേജ് കഴിഞ്ഞ് തട്ടിമുട്ടി എങ്ങനെയൊക്കെ പാസ്സായി പുറത്തിറങ്ങും. അപ്പൊ നമ്മള് ആ നേരത്തെ നടക്കുമ്പോ വീട്ടുകാർ പറയുമ്പോ ഒരു ഡയലോഗ് നമ്മൾ പറയും ജോലിയൊക്കെ കിട്ടട്ടെ എന്നിട്ട് വേണം ഒന്ന് സെറ്റപ്പ് ആവാൻ. അപ്പൊ ജോലി കിട്ടണവർ എന്ത് ചെയ്യാം? ഫ്രീ ആയില്ലോ. ഡയലോഗ് മാത്രമേ ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് സെറ്റപ്പ് ആവാം. ടാർഗറ്റ് വെച്ചു ജോലി കിട്ടും. ജോലി കിട്ടി കഴിഞ്ഞാൽ അടുത്ത ഡയലോഗ് നമ്മൾ മാറ്റി പറയുന്നത് എന്താ ഡയലോഗ് എന്ന് അറിയോ?
ജോലി കിട്ടിയില്ലേ, ഈ കല്യാണം വീണവരെന്നെ പോട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് എന്താവാൻ, സെറ്റപ്പ് ആവാൻ. ഈ വാക്കുകൂടില്ല, ഇത് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് വേണം സെറ്റപ്പ് ആവാൻ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ അവരോട് നോക്കിയേ, സെറ്റപ്പ് ആവണ്ടേ, 2 കുട്ടികളൊക്കെ ആവട്ടെ, എന്നിട്ട് വേണം എന്താവാൻ, സെറ്റപ്പ് ആവാൻ. ഇവർ 2 കുട്ടികളാവുന്ന, ഇവന്റെ 2 കുട്ടികളായിട്ട് നിങ്ങൾ കണ്ടോക്കിയേ, സെറ്റപ്പ് ആവണ്ടേ. അവൻ പറയും ഇനി എന്ത് സെറ്റപ്പ് ആവാൻ, സെറ്റായി, പരിപാടി കഴിഞ്ഞു അല്ലേ, തമിഴ് പരിപാടി കഴിഞ്ഞു, ഇനി എന്താ പരിപാടി, ഇനി മക്കളെ ഉപദേശിക്കുക. ഇതാണോ നോക്കിയത്? നമ്മുടെ അച്ഛൻ നമ്മളെന്ത് ചെയ്തേ, സെയിം അങ്ങനെ കൊടുത്തോണ്ടിരിക്കണാണ്. ഇനി മക്കളുടെ ഉപദേശമാണ്, ഫ്രീ ആയിട്ട് കൊടുക്കാമല്ലോ. ഒരച്ഛൻ മോനോട് പറഞ്ഞേ, പരീക്ഷ കഴിഞ്ഞിട്ട് വരിക, നീ പാസ്സായില്ലെന്ന് വെച്ചു. അവൻ പറഞ്ഞേ, അച്ഛാ നമ്മുടെ ഡോക്ടറെ മോനില്ലേ അവൻ തോറ്റു. നിന്റെ കാര്യം വെച്ചു, നീ പാസ്സായില്ലെന്ന് വെച്ചു. അച്ഛാ എഞ്ചിനീയറെ മോനില്ലേ അവൻ തോറ്റു. അപ്പൊ അച്ഛയുടെ നിന്റെ റിസൾട്ട് എന്തായി? അച്ഛൻ മറ്റേ ജഡ്ജിയുടെ മോനറിയില്ലേ അവനും തോറ്റു. അച്ഛൻ ചൂടായി, നീ നിന്റെ റിസൾട്ട് വരാന്ന് പറഞ്ഞു. ഇവരൊക്കെ മക്കൾ തോറ്റിട്ട് ഞാൻ ജയിക്കാൻ എന്റെ അച്ഛന്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണോ, ഞാൻ തോറ്റു. ഞാൻ നിങ്ങളോട് പറയാൻ കാര്യം ഉപദേശിക്കുന്നത് ആലോചിക്കണം അറിയോ, നമ്മുടെ റേഞ്ചിലേ വരാൻ പറ്റുള്ളൂ. ഉപദേശിക്കാൻ തോന്നുന്നത് ഭയങ്കര എളുപ്പമല്ലേ, പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ട്. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, ഇന്ത്യയിൽ കേരളത്തിന് ആകെ റെക്കോർഡ് എന്താ, സാക്ഷരതയിലെ ഏറ്റവും ടോപ്പ് ആരാ? അഭിമാനത്തോട് പറഞ്ഞോ കേരളം അല്ലേ, ഇത് മാത്രം പ്ലസ് ഉള്ളൂ. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ കൂടുതലുള്ള സ്റ്റേറ്റ് ഏതാ? കേരളം. അപ്പൊ പഠിപ്പ് കൂടിയ തൊഴിൽ കിട്ടില്ലേ? ശരിയല്ലേ, ഒരു കോൺഫ്ലിക്റ്റ് അല്ലേ. ഇതിന്റെ കാരണം എന്താ? ആവശ്യമില്ലാത്ത ടെൻഷൻ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വട്ടം സർവേയിൽ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് വന്ന് ആളുകൾ മരിച്ചത് കഴിഞ്ഞ വർഷം കേരളത്തിലാണ്. അപ്പൊ ബാക്കിയുള്ള സ്റ്റേറ്റുകാർ വിചാരിക്കണതേ പണിയെടുത്ത് ടെൻഷൻ അടിച്ചിട്ടാണ്. സാധാരണ അറ്റാക്ക് വരെ അങ്ങനെയാണ്, ഓവർ ടെൻഷൻ, ഓവർ എഫേർട്ട് ആണ്. ഇവിടെ ആരെ പണിക്ക് നിൽക്കണേ? കംപ്ലീറ്റ് ഹോട്ടലിൽ കയറി കഴിഞ്ഞ് ഇത് പറയണം, കംപ്ലീറ്റ് ബംഗാളികളും തമിഴന്മാരും മാത്രമല്ലോ, ഒരാൾ പണിയെടുക്കില്ലാന്ന്. പിന്നെ എങ്ങനെ ടെൻഷൻ വരാന്നറിയോ? മീറ്റിംഗ് ഇരിക്കുമ്പോ വീട്ടിലുകാരെ ആലോചിക്കും, വീട്ടിലായിരിക്കുമ്പോ നാട്ടിലുകാരെ ആലോചിക്കും. വെറുതെ ആലോചിച്ചിരുന്ന അറ്റാക്ക് വരാന്നാണ്. പണിയെടുത്തിട്ട് വരുന്ന അറ്റാക്ക് ഒന്നല്ല കേട്ടാ, ടെൻഷൻ അടിച്ച് അറ്റാക്ക് വരാന്ന്. വേറൊരു കാര്യമില്ല, അതിന് പറ്റിയ സീരിയലും ഉണ്ട്. ഓക്കെ, നിങ്ങൾ തുറന്നു പറയണം സുഹൃത്തുക്കളാണ്. പ്രാക്ടിക്കൽ ലൈഫിൽ എഫേർട്ട് ഇട്ടൊന്നുമല്ല. നമ്മുടെ ഒരു കാര്യം പോട്ടെ, എഡ്യൂക്കേഷൻ അല്ല ആവശ്യം, നമുക്ക് പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ എവിടെ നമ്മൾ തോറ്റു പോണേ. ഞാൻ സ്മാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ, ഇഷ്ടമുള്ളവർ മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷെ സുഹൃത്തെ ലൈഫിനെ പറ്റി നമുക്കൊരു ബോധം ഉണ്ടാവണം. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യണം. നമ്മുടെ ഒരു പ്രശ്നം എന്താ അറിയോ, കുറച്ച് ഡിഗ്രി കഴിഞ്ഞ് MBA കഴിഞ്ഞ് നമുക്ക് ഉള്ളിൽ തോന്നൽ വരികയാണ്, ഐ ആം എ ഗ്രാജുവേറ്റ്, ഐ ആം എ പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഒന്നും അറിയില്ലെന്ന്, ഒരു ചുക്ക് അറിയില്ല, ചുണ്ടാമ്പ് അറിയില്ല. ഞാൻ തുറന്നു പറയാം, കാരണം എന്താ അറിയോ, നമുക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ലെന്ന്. അല്ല ഏറ്റവും വലിയ ഫോൾട്ട്. നിങ്ങൾ നോക്കിക്കോ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരത കൂടുതൽ കേരളത്തിലും ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ കൂടെ വരാൻ കാരണം എന്താ അറിയോ? ഇന്റർവ്യൂവിന് പോയി ശരിക്കും മനസ്സിലാവും. ഞാനൊക്കെ 4 ഇന്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഒപ്പം ആൾക്കാർ നമ്മളെക്കാൾ മോശമാണ്. കാരണം എന്താ അറിയോ, ആദ്യം അവിടെ ചോദിക്കുക സർട്ടിഫിക്കറ്റാ. ഇന്റർവ്യൂവിന് പോകുമ്പോ പോയിട്ടുണ്ടോ, സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയും. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയണ്ടല്ല, കംപ്ലീറ്റ് മലയാളികൾ ഫ്രണ്ടിലുണ്ട്, ബാക്കി സ്റ്റേറ്റുകാരൊക്കെ ബാക്കില്ല. കാരണം എന്താ, അവർക്ക് ഡിഗ്രി വരെ ഉള്ളൂ. ഇവിടെ ഡിഗ്രി കഴിഞ്ഞ് MA കഴിഞ്ഞ് MBA എടുത്ത് MPhil എടുത്ത് 3-4 വേറെയും. ആ കമ്പനി നടത്തുന്ന MDക്ക് ഇത്രയും സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് ആള് നോക്കിയിട്ട് ഞെട്ടിട്ടിരിക്കണം നമ്മളെ കാണാൻ വേണ്ടിട്ട്. കാരണം ഇത്രയും സർട്ടിഫിക്കറ്റ് നമ്മൾ ഇരിക്കണേ. ഹായ് MD വെച്ചോ, നല്ല എംപ്ലോയിനെ കിട്ടി, ആള് ത്രില്ലായിട്ട് നിൽക്കുക. ഇന്റർവ്യൂവിന് വിളിക്കും, മലയാളി എല്ലാവരും നോക്കിയിട്ട് പോകും. ഞങ്ങളുടെ മെയിൻ, ബാക്കിയുള്ളവർക്ക് ബാക്കിലല്ലേ. ഇന്റർവ്യൂവിന് പോകും, ഇന്റർവ്യൂവിന് വേണ്ടി നോക്കി സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അത് പറയും യാ വി ആർ വെരി സാറ്റിസ്ഫൈഡ്, ഓക്കെ ഗുഡ് റൈറ്റ്. നമ്മളെന്ത് പറയും, താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു. ജോലി കിട്ടി ഉറപ്പല്ലേ, ജോലി ഏകദേശം കിട്ടിയെന്ന് ഉറപ്പിച്ചിട്ടാണ് നിൽക്കണേ. ആ നേരത്തെ ആള് ചോദിക്കേ, ഡു യു നോ ഇംഗ്ലീഷ്? അറിയില്ല, കോട്ട മാർക്കറ്റിംഗ് പോയിരിക്കണം, ഭാഷ അറിയില്ലെന്ന്. അപ്പോൾ കോട്ട ദേശീയ ഭാഷയെന്ന് പറയണല്ലോ. ഡു യു നോ ഹിന്ദി? ചിരിച്ചോണ്ട് പറയും, വിളിക്കേട്ടോ പുറത്തുനിന്ന് പോവാൻ. ജോലി പോയി. കാരണം എന്താ, ഒരു ഭാഷ അറിയില്ല. ആ നേരം തമിഴ്നാട്ടിലൊക്കെ പയ്യന്മാര് ഡിഗ്രി പാസ്സാ, അവൻ ഇംഗ്ലീഷ് ഹിന്ദി പറഞ്ഞാൽ നമുക്ക് പേടിയാവും, മിണ്ടാൻ പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട് വേറെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്ന് ഞാൻ തുറന്നു പറയാ. ഏറ്റവും നല്ലൊരു പ്രൊഫസർ കൊച്ചിയിൽ ക്ലാസ് എടുക്കാവുന്നു. IIT സ്റ്റുഡൻസ് പോലുള്ള നല്ലൊരു ക്യാമ്പസിൽ MBA സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാവുന്നതാ. ഏറ്റവും നല്ല ഇന്ത്യൻ ലെക്ചർ ക്ലാസ് എടുക്കാൻ പറഞ്ഞ ഇയാളെ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ, പിള്ളേര് ഒന്നും പറയില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയും എന്തെങ്കിലും പറയണ്ടേ. ഇയാൾ സ്റ്റാൻഡേർഡ് പഠിപ്പിച്ചു കൊടുക്കുക. അയാൾ പറഞ്ഞു, ഇനി എന്റെ ക്ലാസ്സില് ഇങ്ങനത്തെ ഒരു ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ 100 രൂപ ഫൈൻ ആണെന്ന് പറഞ്ഞു. എനി ഒബ്ജെക്ഷൻ? ക്യാരക്ടറായി പോണ്ടേ, ഇതേപോലത്തെ ആൾക്കാരാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ സ്ഥാനം വരെ നമുക്ക് ഒന്നില്ല. ഈ മൈൻഡ് നമ്മൾ വെറുതെ ആലോചിക്കുക, നമ്മൾ എന്തുട്ടാ പഠിച്ചത് നമ്മൾ ആലോചിക്കുക. നമ്മൾ 10ാം ക്ലാസ്സിൽ റാങ്ക് പഠിച്ചു, 10ാം ക്ലാസ്സിൽ എന്താ പഠിക്കണേ?
എന്റെ അച്ഛൻ കണക്ക് മാഷാണ്. അതുകൊണ്ട് എന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് അറിയോ, ബോർഡ് കണക്ക് എഴുതിയ ഫസ്റ്റ് ടീച്ചർ വിളിക്കാൻ അന്വേഷണയാണ്. 5ാം ക്ലാസ് മുതലിന്റെ കഷ്ടാലാണ്. 5ാം ക്ലാസ് 10ാം ക്ലാസ്സിലെ കണക്ക് പിന്നെയും കുഴപ്പമില്ല. 5ലെ കണക്ക് ഒരു സരസ്വതി ടീച്ചർ ഉണ്ട്. ടീച്ചർ ബോർഡ് എഴുതിയിട്ട് അന്ന് ഞാൻ മലയാളം മീഡിയ ഒരു ലസാഖ് എഴുതും. അനീഷ് ലസാഖ് പറയും, ഞാൻ ചിരിക്കും. കുഴപ്പമില്ല, ഉസ്താദ് പറഞ്ഞോളൂ, എനിക്കറിയില്ലാന്ന്. ഞാൻ ഒരു അറിയില്ല, ഇത് എന്നെ പരിപാടി. 10ാം ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചതെന്ന് ആലോചിക്കുക. ഒന്ന് ഹിസ്റ്ററി ക്ലാസ്സിൽ പോയി കയറിയിരുന്ന ചൈനീസ് വിപ്ലവം, റഷ്യൻ വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ഇന്ത്യൻ വിപ്ലവം, യൂട്ടോപ്യ വിപ്ലവം. യൂട്ടോപ്യ നടക്കണ വിപ്ലവം പഠിച്ചിട്ട് നമുക്ക് എന്താ കാര്യം? നിങ്ങൾ എനിക്ക് പറഞ്ഞ ഒരു കാര്യമില്ലെന്ന്. ഇതേപോലത്തെ കൊറോണ പഠിച്ചിട്ട് കാണാപ്പടെ എഴുതിട്ട് മാർക്ക് മേടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. പ്രാക്ടിക്കൽ നോളജ് ഇല്ല. നിങ്ങൾ ബാക്കിയുള്ള സ്ഥലത്ത് എടുത്ത് നോക്കുക. തുറന്നു പറയാ, നിങ്ങൾ ഈ പറയുന്ന UK അല്ലെങ്കിൽ ജപ്പാനോ ഉള്ള വിദേശ രാജ്യങ്ങളിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്ത് നോക്ക്, ഞെട്ടിപ്പോവും. 4ാം ക്ലാസ് കഴിഞ്ഞാണ്ടല്ലോ 5ാം ക്ലാസ് മുതലുള്ള പയ്യന്മാർക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നറിയോ? ഒരു എക്സ്ട്രാ പീരീഡ് സ്റ്റാർട്ട് ചെയ്യണം. FQ, ഫിനാൻഷ്യൽ കോഷ്യൻ. 5ാം ക്ലാസ്സിലെ പയ്യനെ പിടിച്ചിരുത്തേക്കാണ് ഒരു പീരീഡ് ടീച്ചർ ക്ലാസ് എടുക്കാൻ വരും. അവൻ ക്ലാസ് ഇരിക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കാണ് ഹൗ ടു ബി എ ബിസിനസ് മാൻ, എങ്ങനെ ഒരു ബിസിനസ്സുകാരനാവാം, എങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോവാം, എങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോ ഹാൻഡിൽ ചെയ്യാം. 5ാം ക്ലാസ് മുതൽ പയ്യൻ കേട്ടോണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ് അവൻ സ്റ്റെഫ് ആവും. +2 കഴിയുമ്പോണ്ടല്ലോ അവരൊരു ബിസിനസ് ചെയ്യാനുള്ള ആംബിയർ വരും. ഇവിടെ 4ാം ക്ലാസ് കഴിഞ്ഞ ഒരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്താ പേര്? PT. നമുക്ക് തന്നെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ PT. കളിക്കാനുള്ള സമയം കിട്ടും, അത് കിട്ടില്ലേ? ആകെ 3/4 മണിക്കൂറുണ്ട്. ഞാനൊക്കെ ഒന്ന് സ്കൂൾ ടീമിൽ കളിക്കുമ്പോഴല്ല ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ കളിക്കാൻ പോകും. കാരണം ബോൾ ചെയ്യാൻ പോയിട്ട് കാര്യമില്ല, ബെല്ലടിക്കും, സമയം കളയണ്ടല്ല. ഇതേപോലത്തെ ഒരു പീരീഡ് ഞാൻ ഇവിടെ തുറന്നു പോയ സുഹൃത്തെ, ഒരു പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ കിട്ടില്ല. ഈ സാധനം കിട്ടിയാണല്ലോ നമ്മളിത് പിടിച്ചാൽ കിട്ടില്ല. ഞാൻ ഇവിടെ ആത്മാർത്ഥമായിട്ട് പറയാ, ലൈഫിലൊക്കെ ഉണ്ടാക്കേണ്ട ഒരു ആംബിയർ ആണ്, ഒരു സ്റ്റെഫ് ഉണ്ടാക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവണം. നമ്മളൊക്കെ ലൈഫിൽ ചെയ്യുന്ന ഒരു ആഗ്രഹമായിട്ട് നിങ്ങൾ പോവാ, ലൈഫ് മാറും. തുറന്നു പറയാണ്, സ്മാർട്ട് വെയറെ സംബന്ധിച്ച് നിസ്സാരമായ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടാട്ടാ. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഓൺലൈൻ ഷോപ്പിംഗ് ആവുന്ന ഒറ്റ ചലഞ്ചോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്. സുഹൃത്ത്, ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ടാവും. സ്റ്റാർട്ടിങ്ങിലൊക്കെ നിസ്സാര പ്രൊഡക്റ്റ് വരുമ്പോ പല ആൾക്കാരും പറഞ്ഞു ഇതൊക്കെയാണോ സ്മാർട്ട് വെയർ വരുന്ന പ്രൊഡക്റ്റ് എന്ന്. ഇന്ന് പലർക്കും അറിയാം, ബ്രാൻഡഡ് ആയിട്ടുള്ള പ്യൂമ, നൈക്കി തുടങ്ങിയ ഒരുപാട് ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ ഇന്ന് സ്മാർട്ട് ഷോപ്പിൽ നമുക്ക് കാണാം. ഞാൻ 101% ഒരു കാര്യം ഗ്യാരണ്ടി പറയുന്നു, 2018 കടക്കുന്നതോടുകൂടി ഏകദേശം ഒരു ഫ്ലിപ്കാർട്ടിനെയും ആമസോണിനെയും കോമ്പറ്റ് ചെയ്യുന്ന അതേ റേഞ്ചിലേക്ക് സ്മാർട്ട് ഷോപ്പിംഗ് റേഞ്ചിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. മനസ്സിലാക്കണം, ഒരുപാട് അപ്ഡേഷൻസും കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു ബിസിനസ് ആംഗിൾ നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റുവാണെങ്കിൽ പിക്ചറും മാറിയിരിക്കും. കാരണം ഒരു ഗുഡ് ന്യൂസ് എനിക്ക് പറയാനുണ്ട്, വേറൊന്നും കൊണ്ടല്ല. ഇന്നലെ വരെ സ്മാർട്ട് വെയർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 100 BV പ്രൊഡക്റ്റ് എടുത്ത് ജോയിൻ ചെയ്യണം. വേണ്ടേ? 100 BV = 8,000 rupees ആയിരുന്നു മിനിമം. എന്നാൽ ഇന്ന് മുതൽ സ്മാർട്ട് വെയർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് 100 BV = just 6,000 rupees മാത്രമാണ്. 6,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുന്ന വ്യക്തികൾക്ക് സ്മാർട്ട് വെയറിലൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഒരു പ്ലസ് പോയിന്റ്. രണ്ടാമത്തെ പ്ലസ് പോയിന്റ് അതല്ല, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാട്ടോ. ഇന്ന് മുതൽ കമ്പനി ഒരു BV സിസ്റ്റത്തിലേക്ക് ബിസിനസിനെ മാറ്റുവാണ്. ഇന്ന് ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ള 90% ആളുകളും പ്രൊഡക്റ്റിനേക്കാൾ ഉപരി ഓപ്പർച്യൂണിറ്റി ഇഷ്ടപ്പെട്ടു വന്നിട്ടുള്ള ആൾക്കാരാണ്. ആണോ അല്ലേ? അല്ലാതെ ഒരു ടൈമെക്സിന്റെ വാച്ച് വേണമെന്നോ അല്ലെങ്കിൽ എർത്തിയുടെ കോസ്മെറ്റിക്സ് വേണമെന്നോ മാത്രം ആഗ്രഹിച്ചു വന്ന ആൾക്കാരാണോ? അല്ല. പ്രൊഡക്റ്റ് റേഞ്ച് താരതമ്യേന നമുക്ക് കുറവാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ BV സിസ്റ്റം വരുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ആരോട് വേണമെങ്കിൽ പറയാം, വരുന്ന 3 മാസത്തിനുള്ളിൽ, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ സ്മാർട്ട് വെയറുടെ ജോയിനിങ് പാക്കേജിൽ മിനിമം 20+ കാറ്റഗറി പ്രൊഡക്റ്റുകൾ കമ്പനി ആഡ് ചെയ്യാൻ ഉണ്ടാവും. പല ബ്രാൻഡഡ് പ്രൊഡക്റ്റും ഉണ്ടാവും. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ചിലപ്പോൾ ഒരു ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് എടുക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി ഉണ്ടാവും. സ്മാർട്ട് വെയർ അല്ല, അവന്റെ വീട്ടിലേക്ക് അവര് സ്മാർട്ട് വെയർ എന്താന്ന് പോലും അറിയില്ല. അവൻ മനസ്സിൽ ആഗ്രഹിക്കുകയാണ്, നാളെ അല്ലെങ്കിൽ മറ്റന്നാ വീട്ടിലേക്ക് ഇന്ന പ്രൊഡക്റ്റ് മേടിക്കണം. ചിലപ്പോൾ ഫ്രിഡ്ജ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു TV ആയിരിക്കാം, ചിലപ്പോൾ ഒരു മൊബൈൽ ഫോൺ ആയിരിക്കാം. നമ്മളെ സംബന്ധിച്ച് ഒരു 90 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ വ്യക്തിയെ കണ്ട് സംസാരിക്കുന്ന സമയം നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റിന്റെ ലിസ്റ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് അതിലുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഈ പറയുന്ന ഒരു സെറ്റപ്പിലേക്കാണ് നമ്മൾ മാറാൻ പോകുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, ഒരു ടൈമെക്സ് വാച്ച് വെച്ചിട്ട് ഞാൻ 5 കോടി കവർ ചെയ്തു. എന്തെങ്കിലും സംഭവിക്കാൻ പോകണം. പ്രൊഡക്റ്റിന്റെ റേഞ്ച് കൂട്ടാൻ പോണേ. രണ്ടാമത്തെ കാര്യം, എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, അനിഷേട്ടാ ഞങ്ങളൊക്കെ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ സ്റ്റാർട്ടിങ് ടൈമില്
ചെറിയൊരു പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട്. കാരണം ഒന്നുമല്ല, ഞങ്ങൾ ഈ ബിസിനസ് പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ പഠിച്ചു വരുമ്പോഴേക്കും എന്താണ്, ഒരു മാസം അങ്ങോട്ട് കഴിയുവാണ്. ഈ ബിസിനസ്സിലാണെങ്കിൽ എല്ലാവരും കാണുന്ന പ്ലസ് പോയിന്റ് സ്മാർട്ട് 500 എന്ന് പറയുന്ന റാങ്ക് ടച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഈ ഓൺലൈൻ ഷോപ്പിന്റെ ലാഭത്തിന്റെ 60% പെർമനന്റ് ആയിട്ട് ആർക്ക് കിട്ടും? ആ വ്യക്തിക്ക് കിട്ടും. ആണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പൊ പലരും പറഞ്ഞു അനിഷേട്ടാ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ 31ാമത്തെ ദിവസത്തിലേക്ക് പോകുമ്പോൾ ആ പ്രോഫിറ്റ് എന്താണ്, നഷ്ടപ്പെടുവാണ്. പിന്നെ ഞങ്ങൾ എന്താവണം? സ്റ്റാർ ആവണം. സ്മാർട്ട് 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ നിന്ന് ടോട്ടൽ 5000 രൂപ ഇൻകം മേടിച്ചാൽ ആരായി? സ്മാർട്ട് 500 ആയി. ഇന്നലെ വരെ 30 ദിവസമാണ് കമ്പനി സ്മാർട്ട് 500 ആവാൻ കൊടുത്തിരുന്നതെങ്കിൽ ഇന്നു മുതൽ ജോയിൻ ചെയ്യുന്നവർക്ക് സ്മാർട്ട് 500 ആവാൻ 50 ദിവസത്തെ ടൈം കമ്പനി 50 ദിവസത്തിനുള്ളിൽ അച്ചീവ് ചെയ്യുന്ന ആർക്കും സ്മാർട്ട് 500 അടിക്കാവുന്നതാണ്. സ്മാർട്ട് 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ബിസിനസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ലൈഫ് ടൈം ഈ ഓൺലൈൻ ഷോപ്പിന്റെ ലാഭത്തിന്റെ 60% ആർക്ക് കിട്ടും? നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഗുജറാത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഷൂ മേടിച്ചാൽ, സിക്കിമിലിരിക്കുന്ന ഒരു വ്യക്തി സ്മാർട്ട് ഷോപ്പിലൂടെ ഒരു പേന മേടിച്ചാൽ, ഇനി തമിഴ്നാട്ടിലിരിക്കുന്ന ഒരു വ്യക്തി സ്മാർട്ട് ഷോപ്പിലൂടെ ഒരു മൊബൈൽ മേടിച്ചാൽ, ആ ഒരു പ്രൊഡക്റ്റിന്റെ ലാഭത്തിന്റെ 60% എല്ലാ വർഷവും ആരുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും? നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഫസ്റ്റ് പ്ലസ് പോയിന്റ് കഴിഞ്ഞില്ല. നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ SW വാലറ്റ് മനോജ് പറഞ്ഞിട്ടുണ്ടാവും. 60 ദിവസത്തിനുള്ളിൽ നമ്മൾ ലോഞ്ച് ചെയ്യുവാണ്. ആഗസ്റ്റ് 15-ാം തീയതി SW വാലറ്റിന്റെയും കൂടി ലോഞ്ച് ആണ്. SW വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ റീചാർജ്, ടിക്കറ്റ് ബുക്കിംഗ്, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ്, ബസ് ടിക്കറ്റ് ബുക്കിംഗ്, റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ്, അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ലിംഗ് തുടങ്ങി കംപ്ലീറ്റ് സർവീസ് ആണ്. നമ്മുടെ ടീമിലുള്ള ഒരു വ്യക്തി SW വാലറ്റിലൂടെ മൊബൈൽ റീചാർജ് ചെയ്താൽ പോലും നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. എന്റെ ഒക്കെ നാട്ടിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്. ഞാൻ ഇതൊക്കെ മനസ്സിൽ ചിരിച്ചിരിക്കുക. കുറച്ച് ആൾക്കാരെ കാണാണ്ട്. കാരണം അറിയോ, സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ബിസിനസ് പറയുമ്പോൾ പറഞ്ഞേ അനീഷ നിന്നെ കൊണ്ടൊന്നും നടക്കില്ല, നിങ്ങൾ ആവശ്യമില്ലാത്തതിന് പോണ്ടാന്ന്. ഞാൻ ബെൻസായിട്ടാണ് കാണാൻ പോയി വാശിയില്. കാരണം എന്താ, പ്രൂവ് ചെയ്തിട്ട് വരില്ല, ഇപ്പൊ ജോയിൻ ചെയ്യുന്ന വിചാരിച്ചു. ഇപ്പൊ പറയണേ നിന്നെ കൊണ്ട് പറ്റൂടാ, എന്നെ കൊണ്ട് പറ്റാണ്ടെന്ന്. അപ്പൊ ഇല്ല, എനിക്ക് മനസ്സിലായി. കാരണം വേറെ റൂട്ട് മാറ്റി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ, ഇനി ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാലും ആരും സ്റ്റാർട്ട് ചെയ്യില്ല, ഈ കാറ്റഗറിയിൽ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. പക്ഷെ ഞാൻ നോക്കിയപ്പോ എന്നേക്കാൾ കൂടുതൽ മൊബൈലിന്റെ ഉപയോഗം ആർക്കുണ്ട്? ഇവർക്കുണ്ട്. റീചാർജ് ഹെവിയാണ്. അപ്പൊ ഞാനൊക്കെ ആലോചിക്കണത് SW വാലറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ കൂട്ടുകാരാണല്ലോ, എടുത്തിരിക്കണ്ടാവില്ല. എടുത്തിരിക്കുമ്പോഴെങ്ങാനും ഇവനോട് പറയണം അനീഷ് ഒന്ന് റീചാർജ് ചെയ്ത് വരാം. ഞാൻ പറഞ്ഞു പോണ്ട, ഒരു SW വാലറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യില്ല, പേരെ പറയാൻ പറ്റില്ല. SW വാലറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നീ ഒന്ന് ഡൗൺലോഡ് ചെയ്യേ, റീചാർജ് ചെയ്തോളാൻ പറയാം. അവൻ റീചാർജ് ചെയ്യും. പറയും ആടാ ഓക്കേട്ടാ റീചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ, ഓക്കെ. അവൻ ഡെയിലി റീചാർജ് ചെയ്യും. നമ്മൾ മനസ്സിലിരിക്കുക. കാരണം എന്താ, ഇനി ജീവിതകാലം മുഴുവൻ നീ റീചാർജ് ചെയ്യണ ലാഭം എനിക്കുള്ളതാണ്. മനസ്സിലായോ? ചെയ്തോ. വരാൻ പോണേ അപ്ലിക്കേഷനുകളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നിസ്സാരം കേട്ടോ. ഇതേപോലെ ഒരുപാട് അപ്ലിക്കേഷൻ നമ്മളിലേക്ക് വരുമ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിയാത്തൊരു വരുമാനം നമ്മളിലേക്ക് വരാൻ പോകുന്നു. 2018 കൂടി എന്താണ്, വീട്ടിലേക്ക് ആവശ്യമുള്ള അരി, മുളക്, പഞ്ചസാര തുടങ്ങിയ സാധനങ്ങളാണ് നമ്മൾ ഓൺലൈൻ ഷോപ്പിലൂടെ വിൽക്കാൻ പോണേ. കഴിഞ്ഞ വട്ടം വണ്ടൂർ ടീമുമായിട്ട് സംസാരിക്കുമ്പോ ഞാൻ അവരോട് കാര്യം ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞു. പ്രത്യേകിച്ച് ഇതൊരു റമദാൻ മാസമാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം സുഹൃത്തെ, ഉറപ്പിച്ചു പറയാം, 2018 റമദാൻ മാസം ആഘോഷിക്കുമ്പോ റമദാൻ കിറ്റ് വീട്ടിലേക്ക് എത്തുന്നത് സ്മാർട്ട് ഷോപ്പിലാണ്. പഞ്ചുണ്ടായാൽ മതി, ഈസി ആയിട്ട് ബിസിനസ് നമുക്ക് ബ്രേക്ക് ചെയ്യാം. പിന്നെ സുഹൃത്തെ പ്രശ്നങ്ങളില്ലാത്ത എവിടെയാണ്? എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, തർക്കമൊന്നുമില്ല. പക്ഷെ ആ പ്രശ്നങ്ങൾ അപ്പോൾ കയറി പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടല്ലോ, ബിസിനസ് സെറ്റാണ്. അല്ലാണ്ട് എവിടെ എത്തില്ല. ഞാൻ ഇവിടെ ആത്മാർത്ഥമായിട്ട് പറയണം. ഷാജാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ശ്രാവൺ എന്നെ വിളിക്കുമ്പോൾ സച്ചിനെ പറ്റി പറഞ്ഞു. കറക്റ്റ് ആണ്. ചെറുപ്പം മുതലേ ക്രിക്കറ്റുമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ലൈഫിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആണ് സച്ചിൻ, തർക്കമൊന്നുമില്ല. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ദൈവം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സച്ചിനൊക്കെ നല്ല സമയത്ത് ഗാലറിയിൽ ഒരു ബോർഡ് കാണാം, ഇഫ് ക്രിക്കറ്റ് ഈസ് അവർ റിലീജിയൻ സച്ചിൻ ഈസ് അവർ ഗോഡ്. ക്രിക്കറ്റ് ഞങ്ങൾക്ക് മതമാണെങ്കിൽ സച്ചിനാണ് ഞങ്ങളുടെ ദൈവം. അത് പറയാനുള്ള കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ക്രിക്കറ്റിലെ ഒരുപാട് റെക്കോർഡുകൾ സ്വന്തം പേരിലേക്ക് തിരുത്തി എഴുതിയ ബാറ്റ്സ്മാനാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റണ്ണ്, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റണ്ണ്, ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ തുടങ്ങിയ എല്ലാ റെക്കോർഡുകളും സച്ചിന്റെ പേരിലാവുന്ന ഒരു കാലഘട്ടം നമ്മൾ കണ്ടതാണ്. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയും സുഹൃത്തെ, ഞാൻ സച്ചിൻ ഇഷ്ടപ്പെടാനുള്ള കാര്യം ഒരുപാട് റെക്കോർഡുകൾ നേടിയ സച്ചിനായിട്ടല്ല. നമ്മളൊക്കെ സ്റ്റാർട്ടിംഗ് സമയത്ത് സച്ചിന്റെ കളി കാണാൻ ഇറങ്ങിയ സമയത്ത് 1989 ഒരു 16 വയസ്സുകാരൻ പയ്യൻ ആദ്യമായിട്ട് ക്രിക്കറ്റിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 5 അടി ഉയരണല്ലോ, 16 വയസ്സുള്ള പയ്യന്റെ പ്രായം. ആ സമയത്താണ് ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ സച്ചിൻ എന്ന് പറയുന്ന പ്ലെയർ ഇറങ്ങി വരുന്നത്.
അന്ന് പാകിസ്ഥാന്റെ ബോളിംഗ് നിര പേടിയാവും. കാരണം ലോകത്തെ ഏറ്റവും മികച്ച ബോളിംഗ് ലൈൻ ഇപ്പൊ ആരുടെയാണ്? പാകിസ്ഥാന്റെയാണ്. അന്ന് പാകിസ്ഥാന്റെ ക്യാപ്റ്റനാണ് ഇമ്രാൻഖാൻ. അന്ന് ബെസ്റ്റ് ബോളേഴ്സ് വക്കാർ യൂനിസ്, ആക്യൂബ് ജാവേദ്, വസീം അക്രം, അബ്ദുൽ ഖാദർ തുടങ്ങിയ ഏറ്റവും നല്ല ബോളിംഗ് നിര ആരുടെയാ? പാകിസ്ഥാന്റെയാണ്. അന്ന് ഇന്ത്യക്കാർക്ക് പാകിസ്ഥാൻ ബോളിങ്ങിനെ നേരിടുക എന്ന് പറഞ്ഞ പേടിയുള്ള കാലഘട്ടമാണ്. അന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ബാറ്റ്സ്മാൻ ആരെന്ന് അറിയോ? സുനിൽ ഗവാസ്കർ. സമയം തരാം. സുനിൽ ഗവാസ്കർ അന്ന് ഏറ്റവും നല്ല ഇന്ത്യയുടെ ബാറ്റ്സ്മാൻ. ബാറ്റ് ചെയ്യാൻ വരിക എങ്ങനെയാണെന്ന് അറിയോ? ഗവാസ്കർ എറിഞ്ഞു കൊല്ലുന്നു പാകിസ്ഥാൻ. ഗവാസ്കർ ബാറ്റ് ചെയ്യാൻ വരുമ്പോ ഇവിടെ പേട്, ഇവിടെ പേട്, ഇവിടെ പേട്, ഇവിടെ പേട്, ഇവിടെ പേട്, ഇവിടെ പേട് നിക്കാണ്. എറിഞ്ഞോ കൊള്ളാം, എറിയുറപ്പാണ്, എറിയാണ് പരിപാടി. ഗവാസ്കർ ആയിക്കോട്ടെ കൊള്ളുതന്നെയാണ്, വേറെ നിവൃത്തിയില്ലാന്ന്. അവസാനം ഔട്ടായി പോകുമ്പോണ്ടല്ല ഏകദേശം ഒരു 16 ഡിക്ഷണറി പിടിച്ച പോലെ ഗവാസ്കർ പോവാ. ഇങ്ങനെ പോണ്ടാവും, ഇത് മുഴുവൻ പേടാ, ഇങ്ങനെ പോണം. ആ സമയത്താണ് 16 വയസ്സുള്ള പയ്യൻ 42 ഓവറിൽ 6 വിക്കറ്റ് പോയി നിൽക്കുന്ന സമയത്ത് ക്രീസിലേക്ക് ഇറങ്ങി വരണേ. ഫസ്റ്റ് മാച്ച് അവൻ ഡെക്കായിരുന്നു, സെക്കൻഡ് മാച്ച് കളിക്കാൻ ഇറങ്ങി വരിക. അപ്പൊ ഇമ്രാൻഖാൻ നോക്കുമ്പോ ചെറിയ പയ്യൻ. ഇമ്രാൻഖാനെ ക്രോസ് ചെയ്ത് പോകുമ്പോ ഇമ്രാൻഖാൻ ഞെട്ടി. കാരണം എന്താ അറിയോ? ഹെൽമെറ്റ് പോലും ഇട്ടിട്ടില്ല. ആകെ ഒരു ഗ്ലൗ ഉണ്ട്, ലെഗിന്റെ പേടുണ്ട്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇമ്രാൻഖാനെ ക്രോസ് ചെയ്ത് ക്രീസിലേക്ക് പോകുമ്പോ ഇമ്രാൻഖാൻ പറഞ്ഞേ, മോനെ എവിടേക്കാ? സച്ചിൻ മിണ്ടിയില്ല. ഇമ്രാൻഖാൻ പറഞ്ഞേ, എടാ ബോൾ ചെയ്യണത് വക്കാർ യൂനിസാ, തല കൂന്നിന്റെ കാണില്ല, വേണേ കൂടെ ഹെൽമെറ്റ് വെച്ച് പാടാന്ന് പറഞ്ഞു. സച്ചിൻ ഒന്നും മിണ്ടിയില്ല, ചിരിച്ചല്ലോ. നേരെ പോയിട്ട് ലെഗ് സ്റ്റംപിന് നേരെ ഗാഡി ബാറ്റ് ചെയ്യാൻ പയ്യൻ വന്നിക്കാണ്. ഇത്രേ ഉള്ളോ. ഫസ്റ്റ് വന്നവൻ ഡിഫെൻഡ് ചെയ്തിട്ടു, രണ്ടാമത്തെ വന്നവൻ ഡിഫെൻഡ് ചെയ്തിട്ടു, മൂന്നാമത്തെ പന്ത് അവൻ ഡിഫെൻഡ് ചെയ്തതാ. സംഭവം തെറ്റി. നേരെ പന്ത് ഗ്ലൗമ തെറ്റിട്ട് നേരെ മൂക്കുമ്പോ ഹിറ്റ് ചെയ്യണം. ബ്ലഡ് ഇങ്ങനെ വീണോണ്ടിരിക്കുക. സച്ചിൻ വേഗം വിട്ടു ഗാലറിയിലേക്ക്, കാരണം ബ്ലഡ് വീഴല്ലേ. ഇമ്രാൻഖാനെ ക്രോസ് ചെയ്തിട്ടാണ് ഗാലറിയിലേക്ക് ഓടിപ്പോണേ. ഇമ്രാൻഖാൻ നോട്ടം നോക്കി, ഇതന്നെയല്ലേ പറഞ്ഞേ. സച്ചിൻ വേഗം കയറിപ്പോയി. സച്ചിൻ കയറിപ്പോയിട്ട് ഇമ്രാൻഖാൻ ക്രിക്കറ്റ് നിയമം അറിയുന്നവർക്ക് അറിയാം, 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ടൈം ഔട്ട് പ്രഖ്യാപിക്കും. റിട്ടയർഡ് ആർട്ടാണ്. അടുത്ത ബാറ്റ്സ്മാൻ ബാറ്റ് ഇറങ്ങണം. പാകിസ്ഥാൻ നായകൻ ഇമ്രാൻഖാനെ അടുത്ത ഏത് ബാറ്റ്സ്മാനാണ് ഇന്ത്യ ഇറക്കാൻ പോകുന്നതെന്ന് നോക്കി നിൽക്കുമ്പോ 1 മിനിറ്റ് 55 സെക്കൻഡ് കഴിഞ്ഞപ്പോ അതേ സച്ചിൻ മൂക്കിലും ബാൻഡേഡ് മാത്രം ഇട്ടിട്ട്, ഹെൽമെറ്റ് ഇല്ല, ചെറിയൊരു തൊപ്പി വെച്ചിട്ട് പതിവിനേക്കാൾ കൂടുതൽ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരാൻ ബാറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങി വന്ന് ഇമ്രാൻഖാനെ ക്രോസ് ചെയ്ത് പോകുമ്പോ ഇമ്രാൻഖാൻ വീണ്ടും പറഞ്ഞു, തൊപ്പിയടാ ഹെൽമെറ്റ്, അതാ നിന്നോട് ഞാൻ പറഞ്ഞേ. അപ്പോൾ സച്ചിൻ മിണ്ടിയില്ല. സച്ചിൻ ബാറ്റ് ചെയ്യാൻ പോയിന്നുള്ളൂ. ആ ഓവറിൽ സിംഗിൾ ഇട്ട് മാറി വക്കാർ യൂനിസിനെ. അടുത്ത ഓവർ കഴിഞ്ഞു പോയി. അന്ന് സുഹൃത്തെ ഒരു ഓവറിൽ 6 റൺ അടിച്ച വലിയ കാര്യമാണ്. ഒരു ഇന്നിങ്സിൽ ഒരു 6 അടിച്ച വലിയ കാലഘട്ടമാണ്. അന്നത്തെ കാലഘട്ടത്തിലാണ് പാകിസ്ഥാന്റെ വക്കാർ യൂനിസ് അടുത്ത ഓവർ സച്ചിനെതിരെ എറിയാൻ വരണേ. ചിരിച്ചിക്ക ഫസ്റ്റ് പയ്യൻ. ഫസ്റ്റ് പന്ത് ഗാലറിയുടെ മുകളിലേക്ക് നേരെ 6 ആണ്. വാശിയില് വക്കാർ യൂനിസ് വിചാരിച്ച് എറിഞ്ഞ് തെറ്റിപ്പോയതാണ്. പ്രതീക്ഷിക്കണല്ലോ. അടുത്ത പന്ത് വക്കാർ യൂനിസ് എറിഞ്ഞതിൽ വെച്ച് ഏറ്റവും മികച്ച പേസ് പന്താണ് എറിയണേ, ലെഗ് സ്റ്റംപിന് കണക്കാക്കിയോണ്ട്. അന്ന് സച്ചിൻ ഒരു പുതിയ ഷോട്ട് കണ്ടുപിടിച്ചു. തന്റെ ഇടത്തെ കാലം മാറ്റിയിട്ട് നേരെ ലെഗ് സ്റ്റംപിന് മുകളിലേക്ക് 6 അടിച്ചപ്പോ കമന്ററി പറഞ്ഞു, ലെഗ് ഗ്ലാൻസ്. ഒരു പുതിയ ഷോട്ട് കണ്ടുപിടിച്ചിട്ട് നേരെ 6 ആണ് രണ്ടാമത്തെ പന്ത്. ആ ഓവറിൽ 2 6, 2 4, 1 ഡബിള്. ഒരു ഓവറിൽ 22 റണ്ണാണെന്ന് പാകിസ്ഥാന്റെ ഏറ്റവും മികച്ച ബോളറെ 16 വയസ്സുള്ള സച്ചിൻ അടിച്ചെടുത്തത്. 50 ഓവറിൽ 22 പന്തിൽ 46 റൺ എടുത്തിട്ട് 16 വയസ്സുകാരൻ നോട്ട് ഔട്ട് ആയിട്ട് തിരിച്ച് ക്രീസിലേക്ക് നടന്നു പോകുമ്പോണ്ടല്ല, പാകിസ്ഥാൻ നായകൻ ഇമ്രാൻഖാൻ സച്ചിനെ ക്രോസ് ചെയ്ത് വന്നിട്ട് ഒരു ഷെയ്ക്കിന്റെ അടുത്തൊരു ഡയലോഗ് പറഞ്ഞു, ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ പ്ലെയർക്ക് പാകിസ്ഥാൻ നായകന്റെ മനസ്സറിഞ്ഞ അഭിനന്ദനങ്ങൾ. നിങ്ങൾ തെറ്റാവും, ഞാൻ തുറന്നു പറയാ. അടി കിട്ടാത്ത ആരുമില്ല ലോകത്ത്, തള്ളി പറയാത്ത ആരുമില്ല. പക്ഷെ ഒരു മൂക്കിന് എയർ കിട്ടുമ്പോ സ്റ്റിച്ച് ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ പോയി എടുക്കല്ലേ വേണ്ടേ, മറുപടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയർ ആവണേ. ഒരു തർക്കവും വേണ്ട. ലൈഫിൽ ഒരു പാഷൻ ഉണ്ടാവണം, ഒരു വാശി ഉണ്ടാവണം. അത് മറഡോണയാണെങ്കിലും ആരാണെങ്കിലും അത് ചെയ്ത് കാണിച്ച ആൾക്കാരാണ്. നമുക്കൊരു പാഷൻ വേണ്ടേ. എന്തിനാ സുഹൃത്ത് അധികം പറഞ്ഞേ, നമുക്കൊരു മലയാള സിനിമയിൽ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു നടനെ പറ്റി നമുക്ക് അറിഞ്ഞൂടെ? ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടനെ അറിയാത്ത ആരുമില്ല, ഉണ്ടോ? ഫഹദ് ഫാസിൽ ആദ്യമായിട്ട് മലയാള സിനിമയിൽ അഭിനയിച്ച പടം ഏതാണെന്ന് അറിയോ? കയ്യെത്തും ദൂരത്ത്. കണ്ടവൻ കയ്യെത്തണം ദൂരത്താണെങ്കിൽ അപ്പടിക്കും. ശരിയല്ലേ? ബെസ്റ്റ് പടം. അവന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സംവിധാനം ചെയ്ത പടമാണ് ഫാസില്. അവന്റെ ഏറ്റവും നല്ല പ്രൊജക്ട്. പക്ഷെ ഒരു ആഗ്രഹം തോന്നി സ്വന്തം മകനെ കൊണ്ട് അഭിനയിപ്പിക്കണം എന്ന്. ഒളിഞ്ഞു. ആ പടത്തിൽ കണ്ടിട്ടില്ലേ? പേരെന്താ? സച്ചിൻ. ചിരിക്കടാ, ചിരിക്കുന്നുണ്ട്. നീ സീൻ കരഞ്ഞോ? കരയുണ്ട്. ഒന്ന് ചൂടാവുണ്ട്. മുഖത്ത് മാത്രം മാറ്റില്ലാന്ന്. ഇങ്ങനെ നിന്നോളൂ. പടം പൊട്ടി. ഗസ്റ്റ് റോളിൽ മമ്മൂട്ടിനെ വരെ വന്നു. പിടിച്ചിക്കാൻ പറ്റിയില്ല. പടം പൊളിഞ്ഞു പോയി.
പക്ഷെ സുഹൃത്ത് അത് കഴിഞ്ഞ് ഫഹദ് ഫാസിൽ ഒരാൾ കണ്ടില്ലെന്ന് പടം കണ്ട ആൾക്കാർ ഗുണം പറഞ്ഞു ഫാസിലിന് അങ്ങനെ അബദ്ധം പറ്റിയില്ല പാവന്ന് ഇത്ര പറയാമല്ലോ. സ്വന്തം ബാപ്പയുടെ പേര് പോയി മനസ്സിലായ അന്ന് മുതൽ പയ്യനെ കേരളം കണ്ടിട്ടില്ല. ഒപ്പം വിട്ടു അമേരിക്കയിലേക്ക്. ആൾക്കാർ വിചാരിച്ച് ജോലിക്ക് പോയതാണ്, അല്ല സ്കൂൾ ഓഫ് ഡ്രാമയിൽ അഭിനയം പഠിക്കാൻ പോയതാണ്. തിരിച്ചു വരുമ്പോ നല്ലൊരു നടനായിട്ട് എന്റെ ബാപ്പച്ചിയുടെ പേര് മാറ്റി വെച്ചിട്ട് ഞാൻ വരുന്നുള്ള വാശിയില പോയത്. അത് കഴിഞ്ഞിട്ട് 6 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമെന്നു കണ്ടില്ലേ. ഡയമണ്ട് നെക്ലേസ്, 21 ഫീമെയിൽ കോട്ടയം പോലുള്ള ഒരുപാട് പടങ്ങള് കത്തി കയറി. എന്തിനധികം അച്ചീവ്മെന്റ് പറയണെങ്കിൽ ഏറ്റവും നല്ല അച്ചീവ്മെന്റ് എന്താ? അന്ന് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നേർന്ന നടി നസ്രിയ ഇന്ന് വീട്ടിലെത്തിന്ന്. സംഭവം മനസ്സിലായില്ലേ? അത് അച്ചീവ്മെന്റ്. അത് അച്ഛന്റെ പേര് കണ്ടിട്ട് കിട്ടിയതല്ല, ഫഹദിന്റെ പേര് കണ്ടിട്ട് കിട്ടിയതാ. സോ വാശിയിലാണോ ലൈഫില്? അടി കിട്ടുമ്പോഴല്ല, വാശി കൂടുന്ന ഒരു പാഷനാക്കി നിങ്ങളുടെ ബിസിനസ് എടുക്ക്. നമുക്ക് പിക്ചർ മാറ്റാം. തോൽവിയല്ല പ്രശ്നം, തോൽവി ഏറ്റെടുക്കാനുള്ള മൈൻഡ് സെറ്റ് ഇല്ലാത്ത പ്രശ്നം. സുഹൃത്തൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ വെറുതെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതല്ല കേട്ടോ. ഒരുപാട് പേരുടെ ഉണ്ട്. ഒരു 6000 കൊണ്ടോ ഒരു 10000 കൊണ്ടോ ഒരു 12000 കൊണ്ടോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കറിയാം. ബട്ട് ഒരു അനീഷ് മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് കറക്റ്റ് അറിയാം. ഞാൻ അത്ര വലിയ കൂലിയൊന്നുമല്ല. എന്റെ ഡിഗ്രി ചെയ്യണവരെ എന്നെ സംബന്ധിച്ച് ഒരു കോളേജിൽ പോലും ഒരു ബെസ്റ്റ് പയ്യാന്ന് എന്നെ പറ്റി പറഞ്ഞിട്ടില്ല. അന്നൊക്കെ ഒരു വട്ടം എനിക്ക് അവാർഡ് കിട്ടിയിട്ട് എന്റെ ചറ്റാക്ക് ഒന്ന് പോയേനെ. കിട്ടിയിട്ടില്ല എന്ന് ഞാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല, കിട്ടൂല. ആ ഒരു എനിക്കൊക്കെ ഈ ബിസിനസ്സിൽ വിജയിക്കാനുള്ള കാരണം എന്താ അറിയോ? നമ്മളെ ഈ ബിസിനസ്സിൽ ചങ്ക് വലിച്ച് ഒപ്പം നിൽക്കാൻ തയ്യാറായ കൂട്ടുകാരും വേണ്ടപ്പെട്ട ആൾക്കാരുടെ എഫേർട്ടാണ്. ഒരു തർക്കമില്ല. അന്നൊക്കെ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞാലും നമുക്ക് വാശിയ. എന്നോട് ആൾക്കാർ പറയും അനീഷ നീ തോൽക്കൂട്ടാണ്. ഞാൻ ഒരു തോൽവിയുടെ പ്രിൻസിപ്പിൾ അവിടെ നിൽക്കണ. ഞങ്ങളുടെ തോൽക്കാനുള്ളത് ജനിച്ച നാൾ കൂടി നമ്മൾ തോൽക്കണമെന്ന്. സുഹൃത്ത് തോൽവിയല്ല പ്രശ്നം, തോൽക്കുമ്പോ ജയിക്കണം ഒരു വാശിയില്ലാത്തല്ല പ്രശ്നം. ഇന്ന് ജയസൂര്യ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്ക്. തോൽവി വരുന്ന സമയത്ത് ജയിക്കണമെന്നൊരു തീരുമാനം മനസ്സിലുണ്ടെങ്കിൽ അവൻ ജയിച്ചു കയറും. സത്യമാണ് സുഹൃത്ത്. തോൽവിയല്ല പ്രശ്നം, വിജയിക്കാനുള്ള വ്യഗ്രത ഇല്ലാത്തതുകൊണ്ടാ. ഞാനൊക്കെ നല്ലൊരു ആ ഒരു വ്യക്തിയുടെ പുസ്തകം വായിച്ചു, ഞാനൊക്കെ ഷോക്കായി. വേറെ ഒന്നല്ല, അമേരിക്കയുടെ ഒരു പഴയൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, എബ്രഹാം ലിങ്കൺ. പറ്റുകയാണെങ്കിൽ എടുത്ത് വായിക്കേ. തോൽവിയെ പറ്റി പഠിക്കണുണ്ടല്ലോ, ആളെടുത്ത് പോയി പഠിക്കണം. നമ്മളൊന്നും പോയി പഠിച്ചാൽ പോരാ. തോൽവി മാത്രം ലൈഫിലുള്ളോ. ജനിച്ച നാളെ മുതൽ 50 വയസ്സ് വരെ തോറ്റിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ മരിക്കുമ്പോണ്ടല്ല ജയിച്ചിട്ട് അവസാനിപ്പിച്ചത്. 9ാമത്തെ വയസ്സിലുണ്ടല്ല ആ പാവം പയ്യന്റെ അമ്മ മരിക്കുകയാണ്. അവിടുന്ന് 22ാമത്തെ വയസ്സിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു. ബിസിനസ് തുടങ്ങി, 8 നിലയിൽ പൊട്ടി. 23ാമത്തെ വയസ്സിലാവും നിയമനിർമ്മാണ സഭയിലേക്ക് മത്സരിച്ചു, പരാജയപ്പെട്ടു. 24ാമത്തെ വയസ്സിലെ കടം മേടിച്ച പൈസയും കൂട്ടുകാരുടെ സ്വരൂപിച്ച കാശുമായിട്ട് 2ാമതൊരു ബിസിനസ് തുടങ്ങാണ്, വീണ്ടും പൊട്ടി. 26ാമത്തെ വയസ്സിലെ സ്വന്തം കാമുകി, ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന സ്വന്തം കാമുകി മരിച്ചു പോവാണ് 26ാമത്തെ വയസ്സില്. 27ാമത്തെ വയസ്സിലുണ്ടല്ലോ സ്വന്തം കാമുകി മരിച്ച വിഷമം സഹിക്കാൻ വയ്യാണ്ട് ഞരമ്പുകൾക്ക് തളർച്ച ബാധിക്കുന്ന അസുഖം വന്നു. 29ാമത്തെ വയസ്സിലെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ച് വീണ്ടും പരാജയപ്പെട്ടു. 31ാമത്തെ വയസ്സിലെ ഇലക്ടർ സ്ഥാനത്തേക്ക് മത്സരിച്ച് വീണ്ടും പരാജയപ്പെട്ടു. 34ാമത്തെ വയസ്സിലെ അമേരിക്കൻ കോൺഗ്രസിലേക്ക് മത്സരിച്ചു, വീണ്ടും പരാജയപ്പെട്ടു. 39ാമത്തെ വയസ്സിൽ വീണ്ടും മത്സരിച്ചു, വീണ്ടും പരാജയപ്പെട്ടു. 45ാമത്തെ വയസ്സിൽ സെനറ്റിലേക്ക് മത്സരിച്ചു, പരാജയപ്പെട്ടു. 47ാമത്തെ വയസ്സിലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു, വീണ്ടും പരാജയപ്പെട്ടു. 49ാമത്തെ വയസ്സിൽ സെനറ്റിലേക്ക് മത്സരിക്കുന്നു, വീണ്ടും പരാജയപ്പെടുന്നു. സുഹൃത്ത്, ജനിച്ച നാൾ മുതൽ 50 വയസ്സ് വരെ തുടർച്ചയായ പരാജയങ്ങൾ മാത്രം സംസാരിക്കാനുള്ള മനുഷ്യൻ. പക്ഷെ 51ാമത്തെ വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ച് ഇന്ന് അമേരിക്ക കണ്ട ഏറ്റവും മികച്ച പ്രസിഡന്റിന്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പൂതിയുടെ മകനായ എബ്രഹാം ലിങ്കന്റെ പേര് പറയാനുള്ള ധൈര്യം ഏത് അമേരിക്കയിലും കാണിക്കും. അതൊരു തെറ്റാണ്, അതൊന്നുമല്ല. ഒരു ബാക്കപ്പ് വേണം, ഒരു പഞ്ച് വേണം. എബ്രഹാം ലിങ്കൻ പറഞ്ഞൊരു കാര്യമുണ്ടെന്ന്, മേ ഐ ആം എ സ്ലോ വർക്കർ ബട്ട് ഐ നെവർ വാക്ക് ബാക്ക്വേർഡ്സ്. ഞാൻ നടക്കുന്നത് പതുക്കിയായിരിക്കാം, പറകോട്ട് നടക്കില്ല. സുഹൃത്തെ, അതൊക്കെയാണ് ചാമിങ്, അതൊക്കെയാണ് ചലഞ്ച്. നമ്മുടെ ലൈഫിൽ ഇല്ലാണ്ട് പോയതല്ലേ. നമുക്കെന്തറിയോ ആഗ്രഹം ഇല്ലാന്ന്. ഇതിപ്പോ എന്താ പ്രശ്നം എന്നറിയോ? ചില ആൾക്കാരോട് തീരുമാനിച്ചിട്ടുണ്ടെന്ന് KSRTC ബസ്സിലൊക്കെ ഉള്ളൂന്ന്. പിന്നെ എയർപോർട്ട് വന്നില്ലെങ്കിൽ എന്ത് മനസ്സിലായില്ലേ? ആ മൈൻഡിലെ കുറെ ആൾക്കാരിക്കും ആയിക്കോട്ടെ, കുഴപ്പമില്ല, എബ്രഹാം ലിങ്കൻ വന്നോട്ടെ, സച്ചിൻ ആയിക്കോട്ടെ. എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, എനിക്കൊന്നും പ്രശ്നമില്ല. ഞാൻ സംസാരിക്കുന്ന ആർക്ക് വേണ്ടിട്ട് അറിയോ? മൈനോറിറ്റി ആയ കുറെ ആൾക്കാരുണ്ട്, അനീഷ് മേനോനെ പോലെ കുറച്ച് ആൾക്കാരുണ്ട്. കാരണം വേറെ ഒന്നുമില്ലാന്ന്, ലൈഫിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ട് നമ്മുടെ സാധാരണക്കാരെ തുറന്നു വീഴുന്ന ഒറ്റ കാരണമുണ്ട്. സാധാരണക്കാരെ ജീവിച്ചു മരിക്കേണ്ട കഷ്ടപ്പാടുകളൊന്നും തിരുത്തുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇതിലുണ്ടെങ്കിൽ അവരുടെ ലൈഫ് ചേഞ്ച് ആയിരിക്കും. അതൊരു വാശിയുടെ എടുക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവണം, ഒരു ആംബിയർ ഉണ്ടാവണം. സുഹൃത്ത്, അവിടെ തന്നെ പൊന്തി പോവാ. പ്രശ്നങ്ങൾ ആർക്കും ഉണ്ടാവും. എത്ര പ്രശ്നം വരുമ്പോണ്ടല്ലോ പിടിച്ചു നിൽക്കണമല്ലോ, വാശി നിങ്ങൾ കാണിക്കും. ലൈഫിലെ പോസിറ്റീവായിട്ട് കാണാൻ ഒരു ദിവസം കൊണ്ടൊന്നും സുഹൃത്തെ ഒരാളുടെ ലൈഫ് മാറിയിട്ടില്ല. എഫേർട്ടിനല്ല മാർക്ക്, എന്തിനാ? റിസൾട്ടിനാ മാർക്ക്. റിസൾട്ട് കിട്ടണവരെ എഫേർട്ട് എടുക്കാൻ പറ്റുമോ അവനെ രക്ഷപ്പെട്ടിട്ടുള്ളൂ, അല്ലാണ്ട് രക്ഷപ്പെടില്ല. ഒരു പാറ പൊട്ടിക്കുന്ന ആളോട് എത്രാമത്തെ അടിക്ക് പൊട്ടെന്ന് ചോദിക്കരുത്.
ഒറ്റ ചോദ്യമുള്ളൂ. അവൻ ആദ്യമായിട്ട് ആ കൂടെ എടുക്കാൻ പോകുമ്പോൾ അവരോട് ചോദിക്കണം, പൊട്ടുന്നവരെ അടിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടോ? നീ എടുത്തോ. എനിക്ക് നിങ്ങളോട് സ്മാർട്ട് പേര് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, വിജയിക്കുന്നവരെ എഫേർട്ട് എടുക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടോ, യു ക്യാൻ സ്റ്റാർട്ട് ദിസ് ബിസിനസ്. അല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യരുത്. ടെസ്റ്റ് വർക്കിന് വേണ്ടി 4 ആളെന്ത് പറയും, 5 ആളെന്ത് പറയും, ഒരാളൊന്നും പറയാൻ പോകില്ല. ആത്മാർത്ഥമായിട്ട് പറയും സുഹൃത്തെ, നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇന്ന് എന്നെ തള്ളി പറഞ്ഞ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, അനീഷ് മോനെ സുഖല്ലേ? ആ നല്ല സുഖ. കല്യാണത്തിന് വേട്ടാ വരാം, ബെൻസായിട്ട് വേട്ടാ വരാം. സുഹൃത്തിന് അച്ചീവ്മെന്റ് ആയിണ്ടല്ലോ. ഈ പറഞ്ഞ ആൾക്കാർക്ക് നേരെ പ്ലേറ്റ് മാറ്റും. അവർക്കൊരു വാക്ക് മാറ്റിയാൽ മതിട്ടാ നമ്മുടെ ലൈഫ് പോണേ. ആലോചിച്ചോളൂ. ഞാൻ കറക്റ്റ് പറയാ. എന്നൊക്കെ മാത്സിൽ എന്നും ഇമ്പോസിറ്റ് ടീച്ചറ് കഴിഞ്ഞ അലുമിനിക്കാണ്ട് പറയണേ, എന്നാലും അനീഷ നീ മിടുക്കനടാന്ന്. ഞങ്ങളുടെ ടീച്ചറിന്റെ അപ്പോ പറയാൻ ഞാൻ അല്ല ഇപ്പഴാ മനസ്സിലായി. ഇപ്പഴാ മനസ്സിലായല്ലോ. മനസ്സിലാക്കാൻ ടൈം എടുക്കുന്നത്. പക്ഷെ നമ്മളതിന് വേണ്ടി നിന്ന് കൊടുക്കരുത്. പറഞ്ഞു മനസ്സിലായില്ലേ സുഹൃത്തെ? എഫേർട്ടിന് മാർക്കില്ലാട്ടാ. നിങ്ങൾ ആലോചിച്ചോ? ഞാൻ തുറന്നു പറയാ, നമുക്ക് പരീക്ഷയിലും മാർക്ക് കുറവെന്നിരിക്കുക. അച്ഛൻ എന്താ പറയാ? നിന്റെ അല്ല മോൻ. അമ്മോട് പറയും. അമ്മ എന്താ പറയാ? എന്റെയാ. നിങ്ങളുടെ എന്നാ ഒരു മാറ്റമില്ല. എന്നാ നിങ്ങൾ മാർക്ക് പിടിച്ചു നോക്കിയേ. ഞാൻ 10ാം ക്ലാസ്സിൽ തോൽക്കുന്നു വിചാരിച്ചാളാ. ഞാൻ നേരെ വന്നിട്ട് എന്താണ് 10 +2 ഫസ്റ്റ് ക്ലാസ് മേടിച്ചിട്ട് പറഞ്ഞ. എന്റെ അമ്മയ്ക്ക് ഞെട്ടിയില്ലേ എങ്ങനെ മേടിച്ചെന്നുള്ള കഥ ഞാൻ പറയാം. അത് പറയാണ്ടിരിക്കാനല്ലേ. ഞാൻ എന്റെ പേര് അനീഷ് എന്നിട്ട് എനിക്ക് ആകെ സന്തോഷമുള്ള കാര്യം എന്താ അറിയോ? എന്റെ സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന പയ്യന്റെ പേര് അജിത്ത് എന്നാണ്. അവന്റെ പേര് ഏല് സ്റ്റാർട്ട് ചെയ്യും, എന്റെ പേര് ഏല് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ റോൾ നമ്പർ കൊടുക്കുമ്പോ അജിത്തിന്റെ തൊട്ട് ബാക്കിൽ ആരാ? ഞാൻ. ഞങ്ങൾ ശ്രീകൃഷ്ണ സ്കൂളിലെ ഗുരുവായൂരുന്ന്. അന്ന് പരീക്ഷയ്ക്ക് അജിത്തൊക്കെ വരുമ്പോഴല്ല കംപ്ലീറ്റ് പിള്ളേരുണ്ടാവില്ല, പുസ്തകം വെച്ച് ഇങ്ങനെ പഠിക്കണ്ടാവും. ഞാൻ കൂളായിട്ട് ഉഷാറാ പഠിക്കണ്ട, ഓക്കെ നമുക്ക് ടെൻഷൻ ഇല്ലേ, ആരാ നമ്മുടെ ആൾ അപ്പുറത്തിരിക്കുന്നുണ്ട്. അനീഷ് നീയൊക്കെ പഠിച്ച പിന്നെ നോ ഡൗട്ട്. ഞാൻ ഇത്രോ നീ പഠിച്ചോ ടെൻഷൻ അടിക്കണ്ട, നീ പഠിക്കും. എന്നിട്ട് ഏറ്റവും വലിയ രസം പറയും, ഇപ്പൊ അത് കഴിഞ്ഞ് എന്റെ അടുത്ത് വെക്കുമ്പോൾ പറയും, ഇത് അമ്പലത്തിൽ പോയില്ലേ? പറയും ഞാൻ അമ്പലത്തിൽ പോടാ. ഞാൻ പറയും ഞാൻ പോയിട്ടില്ലാട്ടാ. നീ എന്താ പോവാ? ഞാൻ എന്റെ ദൈവം നീയാണ്, പോണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? നീയാണല്ല, ഞാൻ പോണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് എന്റെ +2 ലൈഫ്. ഞാൻ ഇവിടെ ആകെ ഒരു കാര്യം പറയുള്ളൂ, അജിത്ത് ഛേദമില്ലാത്തൊരു ഉപകാരം നീ എനിക്ക് വേണ്ടി ചെയ്തു തരണം. വലിയ റിസ്ക് ഒന്നും എടുക്കണ്ട. പരീക്ഷ എഴുതുമ്പോ ഏറ്റവും അറ്റത്ത് ബെഞ്ചിന്റെ ഇരിക്കണം നിയമമുണ്ടോ? ഇല്ല. നീ ഒരു സ്റ്റെപ്പ് കൂടി നീങ്ങിയിരുന്നോ? ആരും ഒന്നും പറയില്ല. ഓക്കേടാ. നിനക്ക് പേപ്പർ വെച്ച് എഴുതുമ്പോ ആ ഡെസ്കിന്റെ ഏറ്റവും അറ്റത്ത് വെച്ച് എഴുതുകൊണ്ട് കുഴപ്പമില്ലല്ലോ? ഇല്ല. നീ അറ്റത്ത് വെച്ച് എഴുതിക്കോ, ബാക്കി ഞാൻ നോക്കിയോളാം. ബാക്കി നമ്മളുണ്ടല്ലോ, ടെൻഷൻ ഇല്ലല്ലോ. എനിക്കെന്താ പരിപാടി? ഞാൻ പോയി ലാസ്റ്റത്തെ മാത്രം ഞാൻ എഴുതില്ല പേപ്പറിന്റെ. കാരണം മറിക്കുമ്പോ പിന്നെ പകുതി വിട്ടുപോകും. അപ്പൊ ആ ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കും. പോട്ടെ. ഞാൻ ആലോചിക്കുക, അവന് 94%, എനിക്ക് 68, 68% മാർക്ക്. എന്റെ അമ്മ റിസൾട്ട് വന്നപ്പോ എന്നോട് ചോദിക്കണേ, മോനെ ശരിക്കും നോക്കിയില്ലടാന്ന്. നോക്കിയമ്മ ഫസ്റ്റ് ക്ലാസ്. ഞാൻ നമ്മൾ പറയും ഇതൊക്കെ എന്ത് വിചാരിച്ച മാർക്ക് ആയിട്ടില്ല. ഞാൻ ഞെട്ടിയെന്നറിയോ? ബന്ധുക്കള് വീട്ടിൽ വന്നപ്പോഴും അമ്മ പറയണേ, എന്റെ മോണ്ടല്ലോ വീട്ടിലിരുന്ന് പഠിക്കാൻ കിട്ടിയ മാർക്കാന്ന്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടേ 68%. അമ്മയ്ക്ക് അറിയില്ല നമ്മള് എന്താ വകുപ്പെന്ന്. ഞാൻ ലൈഫിൽ ഇങ്ങനെ കയറി പോകുന്ന പയ്യനാണ്. ഞാൻ എന്നോട് പറയാൻ കാര്യം, അവിടെ നിന്നൊക്കെ നമ്മൾ പൊന്തി വരണേ. ലൈഫിലൊന്നും ഒരു ചുക്കൂലും ഉണ്ടാകൂല്ല. ഡിഗ്രി കഴിഞ്ഞപ്പോ ഞാൻ തുറന്നു പറയാ, ഡിഗ്രി കഴിഞ്ഞപ്പോ കളം പോയി. ഒരു രക്ഷയില്ലല്ലോ. എന്റെ വീട്ടിലാണെങ്കിൽ ആകെ എന്താ പഠിപ്പ് മാത്രമല്ലോ. അച്ഛൻ ഒരു സ്കൂൾ ടീച്ചറാണ്, അമ്മ ഗുരുവായൂർ ദേവസ്വം എംപ്ലോയി, 2 പേര് ഗവൺമെന്റ് എംപ്ലോയീസ്. ചേച്ചിയാണെങ്കിൽ എന്താണ് ഗസ്റ്റഡ് ലെക്ചർ. നമ്മൾ മാത്രമാണ് മോശം. ബന്ധുക്കള് കംപ്ലീറ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നോട് അമ്മ പറയും, അനീഷ ബേക്കറി സാധനം മേടിച്ചു പോവാ. ഞാൻ പോയിട്ട് ലഡു ജിലേബി ഒക്കെ മേടിക്കും. ഇത് മുഴുവൻ കഴിക്കും ചിരിച്ചിട്ട്. ഞാൻ പറയാ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് പോകുമ്പോട്ടല്ല നമ്മൾ ടിവിയിൽ ഇങ്ങനെ റിമോട്ട് കണ്ടിരിക്കണ്ടാവും. പോണ നേരത്ത് അനീഷ പോകട്ടോ, ആ ശരി നിങ്ങളെ കാണാം. അച്ഛൻ പാക്ക് ചെയ്യണ്ടാവും. നേരത്തെ പറയും, എന്നാലും ഗോപുവിന്റെ മോൻ മാത്രം ഇങ്ങനെ ആയില്ലേ? ആരായിന്ന് നമ്മള്. മനസ്സിലായില്ലേ? നിങ്ങണ്ടാവും ഈ ഗണപതിയിലോട് ഒരു പരിപാടി ഉണ്ട്. എന്താ തേങ്ങ ഉടക്കല്, കല്ല് നമ്മളെ വീട്ടിലെ. അപ്പൊ ഒന്ന് ഉടക്കണം. ഇതാണ് എന്റെ അവസ്ഥ. ലൈഫിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ബ്രദറെ. തുറന്നു പറയുന്നത് അവിടെ നിന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കണേ. അന്നൊക്കെ അനീഷ്മനം ബെൻസ് എടുക്കാന്ന് പറഞ്ഞിട്ടല്ലോ ഞെട്ടു ആൾക്കാര്. പക്ഷെ ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 1ാമത്തെ വർഷം ബെൻസ് എടുത്തു. ഇപ്പൊ ഫോർച്യൂണർ എടുത്തു. 2017 ഡിസംബർ മാസം 31-ാം തീയതി എന്റെ മഞ്ഞ ലംബോർഗിനി ഒരാളെ പോലും നോക്കരുത്. നല്ലത് പറയാനും തള്ളി പറയാനും ആയിരങ്ങളുണ്ടാവും. ഒറ്റ മുഖം പാടുള്ള ലൈഫില് ജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുമ്പോ, ഈ ബിസിനസ് ഡ്രോപ്പ് ചെയ്യണമെന്ന് തോന്നുമ്പോ, ലൈഫിൽ നിരാശ വരുമ്പോ 2 ആളുടെ മുഖം വരാൻ പാടുള്ളൂ. ഒന്നാരുടെ അറിയോ? 10 മാസം മുമ്പ് പ്രസവിച്ച അമ്മയുടെ മുഖം. 2 അറിയോ? ഇതുവരെ വളർത്തിണ്ടാക്കിയ അച്ഛന്റെ മുഖം.
ഈ രണ്ടാളെ മുന്നിൽ തോൽക്കില്ല എന്നൊരു പയ്യൻ എന്ന് തീരുമാനിക്കുന്നോ അന്ന് അവന്റെ ലൈഫിൽ വിജയം ആരംഭിക്കും. എന്താ ഇന്നൊക്കെ വീട്ടുകാർ നമ്മളെ പറയില്ലേ, അത് തിരുത്തി പറയിപ്പിക്കണം. അവര് വിഷമം കൊണ്ട് പറയണതാ, ദേഷ്യം കൊണ്ട് പറയണല്ല, വിഷമം കൊണ്ട് പറയണ. മാറ്റി പറയിപ്പിക്കണം ഒരു വാശി വെക്ക്. അവരുടെ മുന്നിൽ വിജയിപ്പിച്ച് കാണിക്കുന്ന ഒരു വാശി വെച്ചാണല്ലോ പിക്ചർ മാറും. ഞാൻ പല മീറ്റിംഗിലും പറഞ്ഞതാ, എന്റെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്നറിയോ? 100 കണക്കിന് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞാൽ 100 കണക്കിന്. ഞാൻ ടെൻഷൻ അടിച്ചിട്ടില്ല. ഞാൻ ബെൻസ് എടുത്ത അന്ന് മുതൽ എന്റെ ലൈഫിന്റെ ബ്രേക്ക് പോയിന്റാ. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനും ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഇന്ന് പോയതറിയാം, വീട്ടിലവർ രണ്ടത് മാത്രമേ ഉള്ളൂ. എന്നോട് പലപ്പോഴും പറയും ഇതാ നിന്റെ ഒരു മീറ്റിംഗ് വാ, പക്ഷെ ഞാൻ കൊണ്ടുവരാറില്ല. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്, ആ സമയത്ത് ഞാൻ കൊണ്ടുവരുള്ളൂ, വാശിയിലാണ്. അപ്പൊ എന്നോട് അമ്മ പറയും ബന്ധുക്കൾ ഒരുപാടുണ്ട്. ഞാൻ എന്റെ ലൈഫിൽ സുഹൃത്തെ കേരളത്തിൽ പുറത്ത് വീട്ടുകാരെ ടൂർ പോയിട്ടില്ല. എന്റെ ഒരു സാധാരണ മനുഷ്യനാ, ലക്ഷങ്ങളെ പറ്റിയ കോടികളെ പറ്റിയ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മനുഷ്യനാ. എന്നോട് ഇന്നും പറയും അനീഷ നീ കോടികൾ ഉണ്ടാക്കിയാലും ബെൻസ് എടുത്താലും കുഴപ്പമില്ല, ബട്ട് അന്യന്റെ ഒരു രൂപ ഒരു തുള്ളി വിഷമാണ്. എന്റെ മോനെ അത് ആലോചിച്ച് മാത്രം ചെയ്യണം. മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക, അല്ലാത്തൊരു കാര്യം ചെയ്യരുത്. ഇത്ര എന്റെ അച്ഛൻ എന്നോട് പറയാറുള്ളൂ. അത്രയും എത്തിക്സോട് കൂടി മാത്രം ജീവിച്ചു പോകുന്നൊരു മനുഷ്യനാണ്. എന്നെ സംബന്ധിച്ച് അമ്മ എപ്പോഴും എന്നോട് പറയും ഇതാ ഞങ്ങൾക്ക് ഒരു റിലാക്സേഷൻ ഇല്ല, നമുക്കൊരു ടൂർ പോകണ്ടേ. ഞാൻ സ്റ്റാർട്ടിംഗ് ടൈമിൽ അമ്മോട് പറയും അമ്മ ബെൻസ് ഒന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് വേണം നമുക്ക് പോവാൻ, നമുക്ക് ബാംഗ്ലൂരൊക്കെ പോവാം. എന്റെ അമ്മ അത് കണ്ട് സ്വപ്നം കണ്ടിരിക്കും. ബെൻസ് എടുക്കാൻ വേണ്ടി ആലുവ ഷോറൂമിൽ വന്നു, രാജശ്രീ മോട്ടോഴ്സിൽ വന്നു എന്റെ അച്ഛനോ എന്റെ അമ്മേന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അന്ന് വന്ന് വണ്ടി എടുത്ത് അവര് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ എന്നെ കാണുന്ന 8 ദിവസം കഴിഞ്ഞിട്ടാ ഫുൾ വർക്കാ. അത് കഴിഞ്ഞ് 8 ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് നിൽക്കുമ്പോ നമ്മോട് ചോദിച്ചു ഞാൻ ബാംഗ്ലൂർ കൊണ്ടേ നീ പറഞ്ഞല്ലേ ബെൻസ് എടുത്തിട്ട് പോവാന്ന്. ഞാൻ പറഞ്ഞു അമ്മ നമ്മുടെ ഓൺലൈൻ ഷോപ്പിൽ ഒരു ലോഞ്ച് വരുന്നുണ്ട്, അതുകൊണ്ട് കഴിഞ്ഞോട്ടെ. എന്റെ അമ്മയുടെ മുഖം മാറി. കാരണം ലോഞ്ച് കഴിഞ്ഞ് ഇനിയും വീണ്ടും 8 മാസം കഴിയണം. എനിക്ക് പിറ്റേ അന്ന് രാത്രി എനിക്ക് തിരുവനന്തപുരം മീറ്റിംഗാ, എനിക്ക് പോകാൻ പറ്റൂ. പക്ഷെ എന്റെ അമ്മയുടെ മുഖം മാറി. വിഷമായി കണ്ടപ്പോ എനിക്കൊരു സുഖം തോന്നിയില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞു അമ്മ പോയിട്ട് വരാം. വീണ്ടും വിളിച്ച് എവിടേക്കാം, അപ്പൊ നമുക്കൊന്ന് ടൗൺ വരെ പോയിട്ട് വരാന്ന് പറഞ്ഞു. അമ്മ റെഡിയാകുമ്പോ അച്ഛൻ പറഞ്ഞു വേണ്ട പിന്നെ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല അച്ഛാ സമയമുണ്ട്, രാത്രിയെ പോകുള്ളൂ പോവാന്ന് പറഞ്ഞു. എന്റെ അച്ഛനും എന്റെ അമ്മയും ഞാനും കൂടി സുഹൃത്തായി ആത്മാർത്ഥമായിട്ട് പറയണം തൃശ്ശൂർ റൗണ്ടിലേക്ക് പോയി. കല്യാൺ സിൽക്സിൽ പോയിട്ട് എന്റെ അമ്മയ്ക്ക് 2 സാരി, എന്റെ അച്ഛന് 2 ഷർട്ടും 2 മുണ്ടും. എന്റെ അച്ഛൻ പാന്റ് യൂസ് ചെയ്യില്ല, മുണ്ട് മാത്രമേ യൂസ് ചെയ്യൂ. എന്റെ അച്ഛന് 2 മുണ്ടും 2 ഷർട്ടും ഞാൻ മേടിച്ചു കൊടുത്തു. നേരെ തിരിച്ചു വരുവാണ്. MG റോട്ടിൽ കയറിയിട്ട് ഞങ്ങള് വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് കയറി ഭക്ഷണം കഴിച്ചു. എന്റെ അമ്മയും വെജിറ്റേറിയൻ ആണ്, അച്ഛനും വെജിറ്റേറിയൻ ആണ്. ഞാൻ മാത്രം നോൺ കഴിക്കും. വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച് തിരിച്ചു വരുവാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ഞാൻ മറക്കില്ല, ഇപ്പുറത്തെ എന്റെ അച്ഛൻ ഇരിക്കുന്നുണ്ട്, ബാക്കിൽ എന്റെ അമ്മ ഇരിക്കുന്നുണ്ട്. ഞാൻ നേരെ കാർപോർട്ടിലേക്ക് വണ്ടി എടുത്തു, വണ്ടി പാർക്ക് ചെയ്തു. ഞാൻ വേഗം ഇറങ്ങിയിട്ട് വേഗം എന്റെ അച്ഛന്റെ ഡോർ തുറന്നു കൊടുത്തു. എന്റെ അച്ഛൻ ഇറങ്ങുവാണ്, വളരെ കൂളാണ്, ആൾക്കൊരു കുഴപ്പമില്ല, വളരെ കൂളായിട്ട് ഇറങ്ങുവാണ്. ഞാൻ വേഗം പോയിട്ട് ബാക്കിലെ ഡോർ തുറക്കുമ്പോണ്ടല്ല എന്റെ അമ്മ ഇറങ്ങുന്നുണ്ട്. എന്റെ അമ്മ ഇറങ്ങുമ്പോണ്ടല്ല എന്റെ അമ്മ എന്നെ നോക്കി. ഫസ്റ്റ് കാറിന് എടുത്ത് വെച്ചിട്ട് എന്റെ അമ്മ എന്നെ നോക്കുവാണ്. എന്റെ അമ്മ എന്നെ നോക്കുമ്പോഴല്ല എന്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് 2 കണ്ണീര് വീഴുന്നുണ്ട്. വിഷമം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാണ്. 10 മാസം നൊന്ത് പ്രസവിച്ച മകൻ നന്നായി കണ്ടല്ലോ എന്നുള്ള ഒറ്റ സന്തോഷം കൊണ്ട്. സുഹൃത്തെ ആത്മാർത്ഥമായിട്ട് പറയാ, അനീഷ് മേനോൻ കേട്ട 1000കണക്കിന് നെഗറ്റീവ് മാറ്റി കളയണ്ടല്ലോ. എന്റെ പെറ്റമ്മയുടെ 2 തുള്ളി കണ്ണീര് ധാരാളം. ഈ മീറ്റിംഗിൽ അനീഷ്മാൻ തിരിച്ചു പോകുന്ന അനീഷ്മാന്റെ വീട്ടിലേക്കാണ്, നിങ്ങൾ തിരിച്ചു പോകുന്നത് നിങ്ങളുടെ വീട്ടിലേക്കാണ്. ആ ബോധ്യം ഉണ്ടായാൽ മതി. സുഹൃത്തെ പറ്റാത്തൊരു കാര്യമില്ല. പണ്ടത്തെ കാരണന്മാര് പറയും വേണേൽ ചക്ക വേരലും വേണ്ടേ കൊമ്പത്തുമില്ല. നമ്മളാണ് തീരുമാനിക്കുന്നത്. ഒരു സംശയമില്ല. തോൽക്കണോ നമുക്ക് തോൽക്കാം, ജയിക്കണോ നമുക്ക് ജയിക്കാം. പക്ഷെ ജയിക്കുന്നവരെ പിടിച്ചുകള ഒരു ആംബിയർ ഉണ്ടോ എന്ന ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അതാണ് ഒരു മനുഷ്യന്റെ ആഗ്രഹം. താൻ പാതി ദൈവം പാതി എന്ന് പറയും, കറക്റ്റ് ആണ്. ജാതകം പോലും ചില സമയത്ത് തെറ്റി പോകുന്നതുകൊണ്ട് അറിയോ, ഈ താൻ പാതി തിരുത്തി പോകുമ്പോഴാണ് ദൈവത്തിന്റെ ഭാഗം കറക്റ്റ് ആയിരിക്കും. ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അടി കിട്ടുമ്പോഴും വാശി കൂടുമ്പോഴല്ല തിരിച്ചു വരുന്ന ആംബിയർ ഉണ്ടാവണം. അതുകൊണ്ടാണ് അസിം പ്രേംജി പറഞ്ഞത് നോട്ട് ഇൻ പ്രോസ്പെരിറ്റി ഇൻ അഡ്വേഴ്സിറ്റി യുവർ ഡ്രീം ഈസ് ഇൻ യുവർ ഹാൻഡ്, ദാറ്റ്സ് ഗ്രേറ്റ്. സമ്പൽ സമൃദ്ധിയിലല്ല, പ്രതികൂല അവസ്ഥയിൽ നമ്മുടെ സ്വപ്നം നമ്മുടെ കൂടെ ഉണ്ടോ നമ്മൾ വിജയിച്ചിരിക്കും. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കുക. എവിടെ പൊന്തിപ്പോളോ അതൊക്കെയാണ് പഠിക്കണ്ടേ. ഇത് ആവശ്യമില്ലാത്ത കാര്യം പഠിച്ചിട്ട് എന്താ കാര്യം സുഹൃത്തെ, ഒരു കാര്യമില്ല. ഇന്ത്യയാണ് ഞാൻ ക്ലോസ് ചെയ്യണം, എന്റെ സ്പീച്ച് ഞാൻ ക്ലോസ് ചെയ്യുക. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രസിഡന്റിന്റെ പേര് ഏതെന്ന് പറഞ്ഞാൽ അനീഷ് മേനോൻ 10 വട്ടം പറയും ഡോക്ടർ APJ അബ്ദുൽ കലാം. വേറൊരു പേര് പറയില്ല. കാരണം എന്താ അറിയോ, ആദ്യമായിട്ട് ഇന്ത്യക്കാരുടെ ഒരു സ്വപ്നം വേണമെന്ന് പറയാൻ ചങ്കുറ്റം കാണിച്ച ഒരേ ഒരു രാഷ്ട്രപതിയുള്ളൂ APJ അബ്ദുൽ കലാം മാത്രം. അദ്ദേഹം പറഞ്ഞൊരു ഫേമസ് കോട്ട് ഉണ്ട്. ഫേമസ് കോട്ട്, നിങ്ങൾക്ക് സൂര്യനെ പോലെ തിളങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ആദ്യം സൂര്യനെ പോലെ ചൂടുണ്ടാക്കണം ലൈഫില് എന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. സുഹൃത്ത് APJ അബ്ദുൽ കലാമിനൊക്കെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആവുമെങ്കിൽ ഏത് കൊച്ചുകുട്ടിക്ക് ആവാം. അദ്ദേഹം ലൈഫ് എടുത്ത് പഠിക്കേ, നമ്മൾ ത്രില്ലായി പോവും. അവനൊക്കെണ്ടല്ലോ സാധാരണ രാമേശ്വരം തഞ്ചാവൂർ കടപ്പുറത്ത് മീൻ വിൽക്കാൻ പോണ ബാപ്പയുടെ മകനാണ്. ബാപ്പയ്ക്ക് എന്താ ജോലി എന്നറിയോ, കടലിൽ മീൻ പിടിക്കാൻ പോവാന്ന്. ഇതാണ് അപ്പന്റെ പണി. ബാപ്പയുടെ പണി
ഇവനെ സംബന്ധിച്ച് സ്കൂളിൽ പോകാൻ പൈസ ഇല്ല. പാപ്പ ഈ മോനെ സ്കൂളിൽ പോകണ്ട, എന്റെ ഒപ്പം പോരെ. അവൻ പോവും. ഒഴിഞ്ഞ സമയം സ്കൂളിൽ പോയി പഠിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുന്നറിയോ? രാമേശ്വരം കടപ്പുറത്ത് പുളിങ്കുരു വിൽക്കാൻ പോവും, പത്രം വിൽക്കാൻ പോവും. ആ കിട്ടുന്ന നിസ്സാര പൈസ കൊണ്ട് അവൻ പഠിച്ചു വന്നേ. അങ്ങനെ ഡിഗ്രി അവൻ സെന്റ് ജോസഫ് കോളേജിൽ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി സെന്റ് ജോസഫ് കോളേജിൽ കഴിഞ്ഞപ്പോ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എയറോനോട്ടിക്കൽ പഠിക്കണം. മെറിറ്റിൽ പയ്യൻ സീറ്റ് മേടിച്ചു, നേരെ പോയിരിക്കുക മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എയറോനോട്ടിക്കൽ സീറ്റ് കിട്ടിയിട്ട് ഫസ്റ്റ് ബെഞ്ചില് ഡോക്ടർ APJ അബ്ദുൽ കലാം പോയിരിക്കുകയാണ്. ആ പോയിരിക്കുമ്പോ ഫസ്റ്റ് ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞേ 1000 രൂപ ഫീസ് അടയ്ക്കാത്ത പിള്ളേര് നാളെ മുതൽ ക്ലാസ്സിൽ വരണ്ട. അബ്ദുൽ കലാമിന് കാര്യം മനസ്സിലായി. ക്ലാസ്സിൽ എല്ലാവരും ഫീസ് അടച്ചിട്ടുണ്ട്, ആര് മാത്രം അടയ്ക്കാമല്ലോ? അബ്ദുൽ കലാം മാത്രം അടയ്ക്കാമല്ലോ. അവന് മനസ്സിലായി നാളെയും കൂടി ഞാൻ ക്ലാസ്സിൽ വന്ന ടീച്ചർ എന്റെ പേര് പറയും. നാളെക്കാണല്ലേ ക്ലാസ് കഴിഞ്ഞ് ബെല്ലടിച്ചപ്പോ പോകുമ്പോ തൊട്ടപ്പുറം തന്നെ ഏറ്റവും വലിയ കൂട്ടുകാരനെ അവ ആത്മാർത്ഥമായിട്ട് കെട്ടിപ്പിടിച്ചു. അവന് കാര്യം മനസ്സിലായില്ല. മനസ്സുകൊണ്ട് യാത്ര പറഞ്ഞതാ, ഞാൻ പോവാ, നാളെ മുതൽ ഉണ്ടാവില്ലെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞതാ. കെട്ടിപ്പിടിച്ച് പയ്യൻ പോയി. അങ്ങനെ വീട്ടിൽ പോയിട്ട് ചാണകം മെഴുകി തിന്നാൻ വന്നിരിക്കണം വിഷമിച്ചിട്ട്. അവന്റെ മൂത്ത പെങ്ങളെടുത്തോന്ന് ചോദിച്ചേ, മോനെ എന്താ വിഷമിച്ചിരിക്കണെന്ന് പറഞ്ഞു. ഒന്നുമില്ല പെങ്ങളെന്ന് പറഞ്ഞു. കാര്യം പറയണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞേ നാളെ മുതൽ ഞാൻ ക്ലാസ്സിൽ പോണില്ല. എന്തേന്ന് വെച്ചു, ഈ ക്ലാസ് കഴിഞ്ഞ് 4 കൊല്ലം പിടിക്കും, അതുവരെ ഒന്ന് പഠിച്ച് എവിടെ എത്താൻ പോണില്ല, ഞാൻ ബാപ്പനെ സഹായിക്കാൻ നാളെ മുതൽ ഇറങ്ങാൻ പോവാന്ന് പറഞ്ഞു. പെങ്ങള് പറഞ്ഞു, മോനെ ഞങ്ങളെ മുഴുവൻ സ്വപ്നം നീയാണ്, നീ പഠിച്ചൊരു എഞ്ചിനീയറായി കാണുന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ നിൽക്കണേ, നീ ക്ലാസ്സിന് പോയേ പറ്റൂന്ന് പറഞ്ഞു. അവ എടുത്ത വഴിക്ക് പറഞ്ഞു, ഇല്ല പെങ്ങളെ നാളെ 1000 രൂപ ഫീസ് അടയ്ക്കണം, നമ്മുടെ ഇവിടെ നിന്ന് 1000 രൂപ, ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. കേട്ട വഴിക്കുണ്ടല്ലോ സുഹൃത്തെ, കഴുത്തിലിരിക്കണ മാല നേരെ ഊരിയെടുത്ത് കയ്യിൽ കൊണ്ട് കൊടുക്കാണ്, പോയി പഠിക്കണം പറഞ്ഞിട്ട്. ആ മാല പോയി പണയം വെച്ചിട്ടാണ് അബ്ദുൽ കലാം പഠിച്ചതെന്ന്. പക്ഷെ ആ പഠിപ്പ് നിർത്തിയത് എവിടെ അറിയോ? ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടാ, അല്ലാതെ MA കഴിഞ്ഞിട്ടല്ലാന്ന്. പോരാ, ശമ്പളം കിട്ടിയിട്ടാവാം, കൂട്ടുകാരൻ കിട്ടും നോക്കട്ടെ. ഒരാളും കിട്ടില്ല സുഹൃത്തെ. ടെസ്റ്റ് ചെയ്യാണെങ്കിൽ സ്മാർട്ട് പേരിക്ക് ഇറങ്ങരുത്. 100 ആള് നോ എന്ന് പറഞ്ഞാലുണ്ടല്ല, രക്ഷപ്പെടുന്ന വാശിയോടുകൂടി വേണം. ഇന്നിവിടെ ഒരാൾ സ്റ്റാർ അച്ചീവ് ചെയ്തു, വലിയ അച്ചീവ്മെന്റ് ഒന്നല്ല, 25,000 മേടിച്ചിട്ടുള്ളൂ. അതിക്കൂടെ പയ്യനാമൽ അല്ലേ? 76 പേരെ കണ്ടപ്പോ നോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞാ അതിനിടെ 76 പേരെ കണ്ടു, എന്നോട് എല്ലാവരും നോ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഉറപ്പനുസരിച്ചാ, പുറത്തു വിട്ട ശ്വാസം തിരിച്ചു വരുന്ന നാളുണ്ടെങ്കിൽ അമൽ സ്മാർട്ട് പേ ചെയ്തിരിക്കും. അവൻ അച്ചീവറാ. പക്ഷേ ഇത്രയധികം നെഗറ്റിവിറ്റി ഒരു വ്യക്തി അച്ചീവർ ആയിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി ഹാർദവമായിട്ട് തന്നെ കൈയടിക്കണം. അവരുടെ എനിക്കറിയാം ഏറ്റവും കൂടുതൽ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് വേറെ കാര്യങ്ങൾ സംസാരിക്കാൻ മടിയാണ് അധ്യാപകർക്ക്. എന്നാൽ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോ ചെറുപ്പക്കാരുടെ ഈ ബിസിനസ് ആഞ്ഞടിക്കുന്നുള്ള വാശിയോട് കൂടിയിട്ട് ഒരുപക്ഷെ അനീഷ് മേനോൻ റെക്കോർഡിൽ ഇടുന്നത് സ്മാർട്ട് പേരായിരിക്കും. ബേബി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് വരെ വരാവുന്ന ഒരു പേര്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ ഹാർലി ഡേവിഡ്സൺ എടുത്തത് സ്മാർട്ട് പേര് സാധ്യമാക്കണം. എന്റെ ആഗ്രഹമാണ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് ചിലപ്പോ ഹാർലി അറിയില്ല, ടീച്ചർമാർക്ക് ഒട്ടും അറിയില്ല. പക്ഷെ എന്റെ ഒരു ആഗ്രഹമാണ് ഹാർലി എടുക്കേണ്ടത്. അതെടുത്തു, അദ്ദേഹത്തിനൊപ്പം ഞാൻ നടന്നു. ഞാനൊക്കെ ത്രില്ലില്ല. ഇതേപോലത്തെ ഒരുപാട് കുടുംബങ്ങളെ ലൈഫിലെ സുഹൃത്ത് നമ്മൾ മാറണേ. അനീഷ് മേനോന് കാശ് കിട്ടണം മാത്രമല്ല, ലൈഫിൽ രക്ഷപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് പേര്. നമ്മൾ തോൽക്കില്ല കേട്ടാ, വാശിയിലാണ്. ഇനി കുറച്ച് ആൾക്കാർ എന്റെ ടോക്ക് സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ വെയിറ്റ് ചെയ്തോ. ഞങ്ങളുടെ മെയിൻ അടി നിങ്ങൾ ഇപ്പോൾ അടിച്ചിട്ടില്ലേ, വടി വെട്ടിയിട്ടുള്ളൂ, വടി തുടങ്ങാൻ പോണല്ലോ. 2017 ഡിസംബർ മാസം 31-ാം തീയതി കേരളത്തിൽ ഞെട്ടിക്കും. 100-ലധികം ലക്ഷറിയസ് കാറുമായിട്ട് ഒരു പ്രോഗ്രാം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഡ്രീം റൺ. അതെന്തായാലും എന്റെ ലംബോർഗിനി ഞാൻ പറഞ്ഞു 101% മഞ്ഞുണ്ടാവും. എന്നോട് അമ്മ പറഞ്ഞു, മോനെ വെള്ള പോരെ. ഞാൻ പറഞ്ഞു ആദ്യം ചുവപ്പ്, പിന്നെ മഞ്ഞ, എന്നിട്ട് വെള്ള. കാണേണ്ട ആൾക്കാർ മുഴുവൻ കാണട്ടെ, എന്നിട്ടല്ലേ വെള്ള. സമാധാനം ലാസ്റ്റ്. കറക്റ്റ് അല്ലേ? ഇപ്പൊ കൂടെ എന്താണ് ഈ മഞ്ഞയും ചുവപ്പും വരെ കളിക്കണ്ടേ? ഞാൻ പറഞ്ഞു ആ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ നിൽക്കണം. സുഹൃത്തെ, എന്റെ ഒരു ലംബോർഗിനി. നമ്മുടെ എല്ലാ ലീഡേഴ്സും മിനിമം ബെൻസ് BMW റേഞ്ചിലേക്ക് പോകാൻ പോകണം. ഒരു 100-ലധികം കാറായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 2018 ജനുവരി മാസം 1-ാം തീയതി ന്യൂ ഇയർ സ്മാർട്ട് വേക്കർ ആഘോഷിക്കുമ്പോ ഒരു വണ്ടി അങ്ങോട്ട് പോകും. 100 അത് വാശിയാണ്. ഞാനൊക്കെ എന്റെ വണ്ടിയുടെ ഓപ്പൺ തുറന്നിട്ട് ഞാൻ നിൽക്കണ്ടാവും. റൈറ്റ് ഹാൻഡിലുണ്ടോ ഇന്ത്യ പതാക, ലെഫ്റ്റ് ഹാൻഡിൽ സ്മാർട്ട് വേയുടെ ഫ്ലാഗ് പിടിച്ച് നമ്മൾക്ക് അങ്ങനെ നിൽക്കണ്ടാവും. അന്നും കുറെ ആൾക്കാർ പറയുന്നു അവനെ കൊണ്ടൊക്കെ പറ്റും, അങ്ങനെ പറയരുത് പ്ലീസ്. ഞാൻ പറയുന്നു അന്ന് നിങ്ങൾ ഞങ്ങളുടെ ബാച്ചിലുണ്ടാവണം. എന്ത് ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ വാ സുഹൃത്തെ. ഒരു ചെറിയ റിസ്ക് ലൈഫിൽ എടുക്ക്, ഒന്നും ആയിട്ടോ. ചില ആൾക്കാർ പറയണേ അനീഷിനൊക്കെ ഭാഗ്യം ആദ്യം സ്റ്റാർട്ട് ചെയ്തില്ലെന്ന്. എത്ര ആളായി?
95,000 ആൾക്കാരിട്ടാ. ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാ? 135 കോടിന്ന്. അതിൽ ആകെ 0.001 സ്മാർട്ട് വെൽ ആയിട്ടുള്ളൂ. 1 കോടി ആൾക്കാർ വരുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയേ, ഒന്ന് പിക്ചർ മാറുന്ന അവസരം നോക്കിക്കേ. ഞാനൊക്കെ ആലോചിക്കുക, ചില കമ്പനിക്കാർ ഒന്ന് പ്ലാൻ പറയുമ്പോൾ ഞാൻ പറയും പ്ലീസ് താല്പര്യമില്ല, വല്ല ഫ്ലിപ്കാർട്ട് ആമസോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യും. ഈ ലോക്കൽ നെറ്റ്വർക്ക് ആയിട്ട് സ്മാർട്ട് വെൽ കമ്പയർ ചെയ്തിട്ടാ. ചില ആൾക്കാർ നിങ്ങൾ വർക്കിന് പോകുമ്പോൾ പറയും ആ കമ്പനി ഇങ്ങനെ, ഈ കമ്പനി ഇങ്ങനെ. നമുക്ക് കേൾക്കേണ്ട കാര്യമില്ല. കാരണം എന്താ അറിയോ, ഒരു വ്യക്തി ജയിക്കാൻ ഒരു കാരണമുണ്ട്, തോൽക്കൊരു കാരണമുണ്ട്, ഇല്ലേ? സുഹൃത്ത്, ഞാൻ ഒരുപാട് സൂപ്പർ മാർക്കറ്റ് എറണാകുളം കൂട്ടിയിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? കൂട്ടിണ്ടാവും. MA യൂസഫിൽ എന്താ കൂട്ടാ? ഞാൻ ലുലു എന്താ കൂട്ടാത്ത? ഇമാനുവൽ ഒന്നുകൂടെ കൂട്ടി പോയില്ലേ? ആ നേരത്തെ MA യൂസഫിലോട് പറയാണ് തുടങ്ങണ്ടേക്കാ, ഇമാനുവൽ കൂട്ടി. എന്താ യൂസഫിൽ തുടങ്ങിയ? അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം എന്താ അറിയോ, ഒരു കമ്പനി വിജയിക്കാനും ഒരു കമ്പനി പരാജയപ്പെടാനും ഒരു കാരണം ഉണ്ടാവും. ഞാൻ തുടങ്ങുന്ന ബിസിനസ് 100% വിജയിക്കുന്ന ഉറപ്പായിട്ട് എന്ത് ചെയ്യണേ? തുടങ്ങാൻ പോണേ. കറക്റ്റ് അല്ലേ? ആ, അപ്പൊ ഞാൻ ചോദിക്കണം, തൊട്ടപ്പുറത്തെ വീട്ടിലെ കല്യാണം ഡൈവേഴ്സ് ആയാൽ നിങ്ങൾ കല്യാണം ആയില്ലേ? വേണ്ട, പ്രശ്നമാവും. ഇല്ലല്ലോ. എന്താ എന്റെ കല്യാണം റെഡിയാവും. കറക്റ്റ് അല്ലേ? സുഹൃത്ത്, ഇതൊക്കെ ആത്മവിശ്വാസമാണ്. ഒരു തർക്കം വേണ്ട. നമ്മൾ നമ്മുടെ കാര്യത്തിൽ എങ്ങനെ നോക്കിക്കാണും, ഇതാണ് നമ്മുടെ ലൈഫ്. ഞാൻ എന്തായാലും എനിവേ ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. സുഹൃത്ത്, ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു ഡ്രീം പ്രൊജക്റ്റിലേക്ക് സ്മാർട്ട് വേ എന്ന് പറയുന്ന നമ്മുടെ കമ്പനി കുതിച്ചു വരാൻ പോവുകയാണ്. നമ്മളൊക്കെ കണ്ട സ്വപ്നങ്ങൾ ഓരോ ദിവസവും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇന്ന് നിങ്ങൾ പുറത്തുപോയിട്ട് ഒരു കൂട്ടുകാരനോട് ഏറ്റവും മികച്ച ഓൺലൈൻ ഷോപ്പിയുടെ പേര് പറയാൻ പറഞ്ഞാൽ അവൻ ഒന്നുകിൽ ആമസോണിന്റെ പേര് പറയും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ പേര് പറയും. അവരുടെ ഏറ്റവും മികച്ച 5 ഓൺലൈൻ ഷോപ്പിയുടെ പേര് പറയാൻ പറഞ്ഞാൽ അവൻ ആമസോൺ പറയും, ഫ്ലിപ്കാർട്ട് പറയും, സ്നാപ്ഡീൽ പറയും, ജബോങ് പറയും, മിന്ത്ര പറയും, മേ ബി വേറെയും പറയാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, ഞാനൊക്കെ ആത്മാർത്ഥമായിട്ട് പറയാണ്, എന്നെ പോലുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ആശയവും ആവേശവും ജീവിതവുമായിട്ട് സ്മാർട്ട് വേ എന്ന് പറയുന്ന പ്രൊജക്ട് ഇവിടെ മാറിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെ പോലുള്ള ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് സ്മാർട്ട് വേ എന്ന് പറയുന്ന കമ്പനിയുടെ മാറിയിട്ടുണ്ടെങ്കിൽ 101% ഗ്യാരണ്ടി സുഹൃത്തെ, 2018 ജനുവരിയോടുകൂടി നമ്മുടെ നാട്ടിൽ സാധാരണ പയ്യനോട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓൺലൈൻ ഷോപ്പിയുടെ പേര് പറയാൻ പറഞ്ഞാൽ സ്മാർട്ട് ഷോപ്പി എന്ന് പറയുന്ന നമ്മുടെ പ്രൊജക്ട് വഴിത്താരകൾ നിങ്ങൾ നേടിയെടുക്കട്ടെ. സുഹൃത്തെ, ഒരു സാധാരണക്കാരിൽ നിന്നും അസാധാരണക്കാരിലേക്കുള്ള യാത്രയാവട്ടെ സ്മാർട്ട് വേ. ജനനം എന്ന 3 അക്ഷരത്തിൽ നിന്ന് മരണം എന്ന 3 അക്ഷരത്തെ ജീവിതം എന്ന മനോഹരമായ 3 അക്ഷരം കൊണ്ട് കൈപിടിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും മികച്ച 8 അക്ഷരങ്ങളായി സ്മാർട്ട് വേ എന്ന് പറയുന്ന കമ്പനി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന് നിങ്ങളുടെ വിജയത്തിന്റെ വഴിത്താരയിൽ ഒരു സുഹൃത്തിനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ, ഒരു പങ്കാളിയെ പോലെ, ഒരു ബെസ്റ്റ് ബഡിയെ പോലെ ഉണ്ടാവുമെന്ന് ഉറപ്പോടുകൂടി ഇന്ന് ഡബിൾ ഡയമണ്ട് അച്ചീവ് ചെയ്ത ഷാജഹാൻ അബൂബക്കറിനും അതേപോലെ ഫോർച്യൂണർ അച്ചീവ് ചെയ്ത ഷാഹിദിനും ഒരു അച്ചീവ് ചെയ്ത താഹിക്കും ജീവിതത്തിൽ ഇതുപോലുള്ള ഒരുപാട് നേട്ടങ്ങളിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിഷയത്തിന്റെ നർമ്മലകൾ നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച്.